Hi friends, PINNACLE Academy-യിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രിസ്മസ് എക്സാമിന് വരുന്ന ചാപ്റ്റേഴ്സ് ആയ വർക്ക് എനർജി പവർ, അതുപോലെ തന്നെ ഗ്രാവിറ്റേഷൻ, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ, ഈ 3 ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ടോപ്പിക്കും എക്സാമിന് വരാൻ സാധ്യതയുള്ളതുമായ സെക്ഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം വർക്ക് എനർജി ആൻഡ് പവർ എന്ന് പറയുന്ന ചാപ്റ്ററിലോട്ട് പോകാം. ഓക്കെ, ശ്രദ്ധിക്കുക. വർക്ക് എനർജി ആൻഡ് പവർ അത് പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഇത്രയാണ്. വർക്ക് എന്നാണ് എനർജി, വർക്ക് എനർജി തിയറം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, കൊളീഷൻ, സ്പ്രിങ്, പിന്നെ അവസാനം വരുന്നതാണ് റിലേഷൻ ബിറ്റ്വീൻ വർക്ക് ആൻഡ് മൊമെന്റം. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയുടെ ഡെറിവേഷനും, അതുപോലെ തന്നെ കൊളീഷൻ, പിന്നെ അതുപോലെ സ്പ്രിങ്ങിനകത്ത് സ്റ്റോർ ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജി എഡ്യൂക്കേഷൻ എക്സാമിന് എപ്പോഴും കൂടുതലായിട്ട് ചോദിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ആദ്യം വർക്ക് നമുക്ക് നോക്കാം. എന്താ വർക്ക് എന്ന്? വർക്ക് എല്ലാവർക്കും അറിയാനാണ്. വർക്ക് എന്ന് പറയുന്നത് ഒരു ബോഡിക്ക് നമ്മൾ ഫോഴ്സ് കൊടുക്കാൻ നേരത്ത് ബോഡിക്ക് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യും, ഒരു വർക്ക് ചെയ്യുന്ന പറയും. വർക്കിന്റെ ഇക്വേഷൻ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഇൻറ്റു എന്താണ്, കോസ് തീറ്റയാണ്. ഇവിടെ തീറ്റ എന്ന് പറയുന്നത്, ഇപ്പൊ ഒരു ബോഡിക്ക് ഞാൻ ഇങ്ങനെ എന്ത് കൊടുക്കുന്നു, ഒരു ഫോഴ്സ് കൊടുക്കുന്നു, ബോഡി ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്തു, ഡിസ്പ്ലേസ് ചെയ്തു. ഓക്കെ, ഇതിനിടക്കുള്ള ആംഗിൾ എന്താണ്, തീറ്റയാണ്. ഈ ആംഗിളിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വർക്കിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പോസിറ്റീവ് വർക്ക് എന്നും അതുപോലെ തന്നെ നെഗറ്റീവ് വർക്ക് എന്നും അതുപോലെ തന്നെ സീറോ വർക്ക് എന്നും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കുക. എന്താണ് പോസിറ്റീവ് വർക്ക് എന്ന് വെച്ചാൽ, ഇവിടെ ആംഗിള് 0 മുതൽ ആംഗിൾ 0യ്ക്കും അതുപോലെ തന്നെ 90 ഡിഗ്രിക്കും എന്തായിരിക്കണം, ഇടയിലാണെങ്കിൽ, 0യ്ക്കും 90 ഡിഗ്രിക്കും ഇടയിലാണെങ്കിൽ ഇതെന്തായിരിക്കും, പോസിറ്റീവ് വർക്ക് ആയിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു വസ്തുവിനെ തള്ളുകയോ വലിക്കുകയോ ചെയ്യുന്നു, അല്ലെങ്കിൽ പുഷ് ഓർ പുള്ള് എന്തിന് എക്സാമ്പിൾ ആണ്, പോസിറ്റീവ് വർക്കിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, നെഗറ്റീവ് വർക്ക് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 90ക്കും അതുപോലെ തന്നെ 180ക്കും എന്തായിരിക്കണം, ഇടയിലായിരിക്കണം. 90ക്കും 180ക്കും ഇടയിലാണ് ആംഗിൾ എങ്കിൽ ഇതെന്ത് വർക്കായിരിക്കും, നെഗറ്റീവ് വർക്കായിരിക്കും. എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ഫ്രിക്ഷൻ ചെയ്യുന്ന വർക്ക്, ഒരു ബോഡിക്ക് നമ്മൾ ഫോഴ്സ് കൊടുത്ത് ഇങ്ങോട്ട് നീക്കുകയാണെങ്കിൽ ഇതിന്റെ ഫ്രിക്ഷൻ ചെയ്യുന്ന വർക്ക് എങ്ങോട്ടേക്കായിരിക്കും, ബോഡി ഇങ്ങോട്ടേക്കാണ് നീങ്ങുന്നതെങ്കിൽ ഫ്രിക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും, അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അപ്പൊ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും, 180 ഡിഗ്രി. കോസ് 180 നമുക്കറിയാം, -1 ആണ്. അപ്പോൾ നെഗറ്റീവ് വർക്കിന് എക്സാമ്പിൾ എന്താണ്, ഫ്രിക്ഷൻ ചെയ്യുന്ന വർക്ക് എന്തായിരിക്കും, നെഗറ്റീവ് വർക്കാണ്. ഇനി സീറോ വർക്ക് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ലോഡ് ക്യാരി ചെയ്തുകൊണ്ട് പോകുന്ന ഒരാള് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് താഴോട്ടായിരിക്കും, അയാൾ നീങ്ങുന്ന ഇങ്ങോട്ടേക്കായിരിക്കും. അപ്പൊ ഇതിനിടക്കുള്ള ആംഗിൾ എത്ര ഡിഗ്രിയാണ്, 90 ഡിഗ്രി. അപ്പൊ ആംഗിൾ 90 ഡിഗ്രി വരികയാണെങ്കിൽ അതെന്തായിരിക്കും, സീറോ വർക്ക് ആയിരിക്കും. അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, 0 ആണെങ്കിൽ എന്തായിരിക്കും, സീറോ വർക്ക് ആയിരിക്കും. ഇപ്പൊ ഞാൻ ഈ ബോഡിനെ പിടിച്ച് തള്ളുകയാണ്, പക്ഷെ ബോഡിക്ക് എന്തില്ല, ഡിസ്പ്ലേസ്മെന്റ് ഇല്ല എങ്കിൽ ഞാൻ ചെയ്യുന്ന വർക്ക് എന്തായിരിക്കും, സീറോ വർക്കാണ്. അപ്പൊ വർക്കിനെ നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. പോസിറ്റീവ് വർക്ക്, അതുപോലെ തന്നെ നെഗറ്റീവ് വർക്ക്, പിന്നെ എന്താണ്, സീറോ വർക്ക്. പോസിറ്റീവ് വർക്കിന് എക്സാമ്പിൾ പുഷ് ഓർ പുള്ള്, നെഗറ്റീവ് വർക്കിന് എക്സാമ്പിൾ ഫ്രിക്ഷൻ ചെയ്യുന്ന വർക്ക്, അതുപോലെ സീറോ വർക്കിന് എക്സാമ്പിൾ ഒരു ലോഡ് ക്യാരി ചെയ്യുന്ന വർക്ക്, അല്ലെങ്കിൽ ഒരു ഭിത്തിയെ നമ്മൾ എന്ത് ചെയ്ത് പിടിച്ചിട്ടുള്ളൂ. ഇതൊക്കെ സീറോ വർക്കിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത എനർജിയിലോട്ട് പോകാം. എനർജി 2 തരം എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജിയും അതുപോലെ തന്നെ കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഒരു ബോഡിയുടെ മൂവ്മെന്റ് മൂലം കിട്ടുന്ന എനർജിയാണ്, അല്ലെങ്കിൽ മോഷൻ മൂലം കിട്ടുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ഈ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ½ mv² ആണ്. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ½ mv² ആണ്. m മാസ്സുള്ള ഒരു ബോഡി v വെലോസിറ്റിയിൽ പോവുകയാണെങ്കിൽ ആ ബോഡിയുടെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും, ½ mv² ആയിരിക്കും. ഓക്കെ, അടുത്ത ഒരു തരം എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. ഒരു വസ്തുവിന്റെ പൊസിഷൻ മൂലമോ അല്ലെങ്കിൽ സ്ട്രെയിൻ മൂലമോ കിട്ടുന്ന എനർജി ആയിരിക്കും പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ടാങ്കിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന വെള്ളത്തിന്റെ, അതുപോലെ തന്നെ ഡാമിൽ സ്റ്റോർ ചെയ്യുന്ന വെള്ളത്തിന്റെ എനർജി എന്തായിരിക്കും, പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. അതുപോലെ സ്പ്രിങ്ങിനെ നമ്മൾ കംപ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സ്ട്രെയിൻ മൂലമാണ് അവിടെ എന്ത് കിട്ടുന്നത്, എനർജി കിട്ടുന്നത്. ആ എനർജി എന്ത് എനർജി ആയിരിക്കും, പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. ഓക്കെ, അപ്പൊ സ്പ്രിങ്ങിനകത്ത് സ്റ്റോർ ചെയ്യുന്ന എനർജി, അതുപോലെ തന്നെ ടാങ്കിലെ വെള്ളത്തിന്റെ എനർജി, അതുപോലെ ഡാമിലെ വെള്ളത്തിന്റെ എനർജി, അതുപോലെ തന്നെ ഒരു മരത്തിൽ നിൽക്കുന്ന, ഇപ്പൊ ഒരു മാവിൽ നിൽക്കുന്ന മാങ്ങയുടെ എനർജി എന്തായിരിക്കും, പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. ആ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു mgh ആയിരിക്കും. ഇപ്പോൾ h ഹൈറ്റിൽ ഒരു m മാസ്സുള്ള ഒരു ബോഡി, h ഹൈറ്റിൽ m മാസ്സുള്ള ഒരു ബോഡി ഇരിക്കുകയാണെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും, mgh ആയിരിക്കും. m എന്ന് പറയുന്ന ബോഡിയുടെ മാസ്, g എന്ന് പറയുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, h എന്ന് പറയുന്നത് എന്തായിരിക്കും, ആ ബോഡിയുടെ എന്തായിരിക്കും, ഹൈറ്റ് ആയിരിക്കും. ഇതാണ് പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ. അപ്പൊ 2 തരം എനർജി ഉണ്ട്, കൈനറ്റിക് എനർജിയും അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, ഇനി അടുത്ത ഒരു പ്രിൻസിപ്പിൾ ആണ് വർക്ക് എനർജി തിയറം. ഇത് വെച്ച് കൂടുതൽ പ്രോബ്ലം ആണ് ചോദിക്കുന്നത്. വർക്ക് എനർജി തിയറം എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. നമ്മളൊരു ബോഡിയിലോട്ട് വർക്ക് കൊടുക്കുകയാണെങ്കിൽ ആ വർക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, എനർജി ആയിട്ട് എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യും. നമ്മൾ ഒരു ബോഡിക്ക് വർക്ക് കൊടുത്താൽ ആ ബോഡിക്ക് ആ വർക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, എനർജി, അല്ലെങ്കിൽ കൈനറ്റിക് എനർജി കൂടാനോ അല്ലെങ്കിൽ കൈനറ്റിക് എനർജി കുറയാനോ എന്താവും സാധ്യമാവും. ഇപ്പൊ ഒരു ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ എന്ത് കൊടുക്കുന്നു, വർക്ക് കൊടുക്കുന്നു. അപ്പൊ ബോഡിയുടെ സ്പീഡ് എന്ത് ചെയ്തു, കൂടി. അപ്പോൾ ഈ ബോഡിയുടെ സ്പീഡ് കൂടാൻ നേരത്ത്
ഇവിടുത്തെ എന്ത് കൂടും? കൈനറ്റിക് എനർജി കൂടും. കാരണം എന്താണ്? കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് mv². ആണ്. അപ്പോൾ വെലോസിറ്റി കൂടുമ്പോൾ എന്ത് കൂടും? എനർജി കൂടും. അപ്പോൾ ഒരു ബോഡി പോകുന്നു, അതേ ഡയറക്ഷനിൽ ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ അതിന് എന്ത് കൂടും? കൈനറ്റിക് എനർജി എന്ത് ചെയ്യും? അവിടെ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യാനോ അല്ലെങ്കിൽ കൈനറ്റിക് എനർജി കുറയ്ക്കാൻ, ഇപ്പൊ ഒരു ബോഡി ഇങ്ങോട്ട് വരുന്നു, ഞാൻ എന്ത് ചെയ്യുന്നു? പിടിച്ചു നിർത്തുന്നു, അപ്പോൾ കൈനറ്റിക് എനർജി എന്ത് ചെയ്യുന്നു? കുറയുന്നു. അപ്പോൾ കൈനറ്റിക് എനർജി കൂടാനോ കൈനറ്റിക് എനർജി കുറയാനോ നമ്മളൊരു ബോഡിക്ക് വർക്ക് കൊടുക്കുന്നു. അപ്പോൾ വർക്ക് കൊടുക്കുന്ന വർക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? എനർജി ആയിട്ട് എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യും. അതാണ് വർക്ക് എനർജി തിയറം പറയുന്നത്. ഇനി ചെറിയൊരു പ്രൂഫ് ഉണ്ട്, ശ്രദ്ധിക്കുക. ഒരു ബോഡി m മാസ്സുള്ള ബോഡി പോകുന്ന ഇനിഷ്യൽ വെലോസിറ്റി എന്താണ്? u ആണ്. ആ ബോഡിക്ക് ഞാനൊരു ഫോഴ്സ് കൊടുക്കുന്നു. ആ ബോഡി എക്സ് ഡിസ്പ്ലേസ്മെന്റ് കഴിഞ്ഞപ്പോൾ അതിന്റെ വെലോസിറ്റി എന്തായിട്ട് മാറി? v ആയിട്ട് മാറി. എങ്കിൽ ഇവിടുത്തെ വർക്ക് കണ്ടുപിടിക്കും. വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് കോസ് തീറ്റ ആണ്. ഇവിടെ തീറ്റ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും? 0 ഡിഗ്രി ആണ്. കാരണം ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഒരേ ഡയറക്ഷനിലാണ്. ഓക്കെ, ദെൻ വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് എന്ന് പറയുന്നതാണ് m ഇൻറ്റു എന്താണ്? a ആണ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. നമുക്കറിയാം എന്താണ് ഇക്വേഷൻ ഓഫ് മോഷൻ? v² ഈസ് ഈക്വൽ ടു u² പ്ലസ് എന്താണ്? 2ax ആണ്. ഇവിടെ നമുക്ക് ആക്സിലറേഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാം. നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാം. എന്താ ഡിസ്പ്ലേസ്മെന്റ്? x ഈസ് ഈക്വൽ ടു v² മൈനസ് u² ഡിവൈഡ് ബൈ എന്തായിരിക്കും? 2a ആയിരിക്കും. എങ്കിൽ w ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? എഫിന് പകരം ma ഇൻറ്റു എക്സിന് പകരം എന്താണ്? v² മൈനസ് u² ഡിവൈഡ് ബൈ എന്താണ്? 2a. എന്ത് ചെയ്യാം? വെട്ടിക്കളയാം. അവസാനം നമുക്ക് എന്ത് കിട്ടി നോക്കിയേ? w ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു mv² മൈനസ് എന്തായിരിക്കും? ഹാഫ് ഇൻറ്റു എന്തായിരിക്കും? mu². എന്താ ഹാഫ് mv²? ഫൈനൽ കൈനറ്റിക് എനർജി. എന്താണ് ഹാഫ് mu² എന്ന് പറയുന്നത്? ഇനിഷ്യൽ കൈനറ്റിക് എനർജി. അപ്പൊ നമുക്ക് വർക്ക് എന്ന് പറയുന്നത് ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് എന്താണ്? ഇനിഷ്യൽ കൈനറ്റിക് എനർജി. അല്ലെങ്കിൽ വർക്ക് ഈസ് ഈക്വൽ എന്തായിരിക്കും? ചേഞ്ച് ഇൻ എന്തായിരിക്കും? കൈനറ്റിക് എനർജി. അപ്പോൾ ഒരു ബോഡിയുടെ കൈനറ്റിക് എനർജി മാറ്റം വരുത്താൻ വേണ്ടി നമ്മൾ എന്ത് കൊടുക്കും? വർക്ക് കൊടുക്കും. അതായത് നമ്മൾ കൊടുക്കുന്ന വർക്ക് അതിനകത്ത് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? എനർജി ആയിട്ട് എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യും. അതാണ് വർക്ക് എനർജി തിയറം പറയുന്നത്. പിന്നെ ഈ ചാപ്റ്ററിൽ ഇത് വെച്ച് പ്രോബ്ലം ആണ് കൂടുതൽ ചോദിക്കുന്നത്. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് തിയറമാണ് എന്തെന്ന് പറയുന്നത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പറയുന്നത്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എനർജി ക്യാൻ നെതർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. പക്ഷെ നമ്മൾ ഈ മെക്കാനിക്സിനകത്ത് ഇതിന് ഇങ്ങനെയാണ് പറയുന്നത്: ഒരു ബോഡിയുടെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി എപ്പോഴും എന്തായിരിക്കും? കൺസർവ് ആയിരിക്കും. ഒരു ബോഡി എന്ത് ചെയ്യുന്നു? മോഷനിലായിരിക്കുമ്പോൾ അതിന്റെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്തായിരിക്കും? കൺസർവ് ആയിരിക്കും. അതിനകത്ത് എനർജി ലോസ് ഒന്നും ഇല്ല എങ്കിൽ അതിനകത്ത് ടോട്ടൽ മെക്കാനിക്കൽ എനർജി ആയ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയുടെ സം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ശ്രദ്ധിക്കുക. ഇതിന്റെ ഒരു പ്രൂഫ് ചോദിക്കുന്നുണ്ട് എക്സാമിന്. അപ്പോൾ ഒരു ബോഡി h ഹൈറ്റിൽ നിൽക്കുന്നു. h ഹൈറ്റിൽ എന്ത് ചെയ്യുന്നു? ഒരു ബോഡി നിൽക്കുന്നു. h ഹൈറ്റിൽ നിൽക്കുന്നു. ഈ പൊസിഷൻ നമുക്ക് a എന്ന് വിളിക്കാം. ഈ ബോഡി താഴോട്ട് വരുന്നു. ഈ പോയിന്റ് നമുക്ക് എന്ത് വിളിക്കാം? b എന്നും. ഏറ്റവും അവസാനത്തെ ഈ പോയിന്റ് നമുക്ക് എന്ത് വിളിക്കാം? c. ഈ സിയുടെ പ്രത്യേകത ഇത് ബോഡി സർഫസിൽ ടച്ച് ചെയ്തിട്ടില്ല. ഓക്കെ, ശ്രദ്ധിക്കുക. നമുക്കിവിടെ ഫസ്റ്റ് ഈ ബോഡിയുടെ എനർജി കണ്ടുപിടിക്കാം. ഈ ഫസ്റ്റ് എ എന്ന് പറയുന്ന പോയിന്റിൽ ഈ ബോഡിയുടെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് നമുക്കറിയാം എന്തായിരിക്കും? പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ. ബോഡിയുടെ കൈനറ്റിക് എനർജി എന്തായിരിക്കും? 0. കാരണം ബോഡി റെസ്റ്റിലാണ്. എങ്കിൽ എന്തായിരിക്കും ഇവിടെ ടോട്ടൽ എനർജി? പൊട്ടൻഷ്യൽ എനർജി എന്താണ്? mgh ആണ്. ഓക്കെ, നമുക്ക് ബി എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ടോട്ടൽ എനർജി കണ്ടുപിടിക്കാം. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് നമുക്കറിയാം കൈനറ്റിക് എനർജി പ്ലസ് എന്താണ്? കൈനറ്റിക് എനർജി പ്ലസ് എന്താണ്? പൊട്ടൻഷ്യൽ എനർജിയാണ്. ഈ കേസിൽ കൈനറ്റിക് എനർജി എന്തായിരുന്നു? 0 ആണ്. കാരണം ബോഡി എന്തിനാണ്? റെസ്റ്റിലാണ്. ഓക്കെ, നമുക്ക് ഇനി ഓരോ ആൾക്കാരെ കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാം. എന്താ കൈനറ്റിക് എനർജി ഇക്വേഷൻ? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു m ഇൻറ്റു എന്താണ്? v² ആണ്. ഹാഫ് mv² ആണ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് വെലോസിറ്റി ടൈം ഉണ്ടോ? ഇല്ല. അപ്പോൾ വെലോസിറ്റി ടൈം മാറ്റാം. അതിന് ഇക്വേഷൻ ഓഫ് മോഷൻ v² ഈസ് ഈക്വൽ എന്താണ്? ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ് ഈ ഇക്വേഷൻ. കാരണം മിക്ക ഡെറിവേഷനകത്ത് ഈ സംഗതി വരുന്നത്. v² ഈസ് ഈക്വൽ ടു u² പ്ലസ് എന്താണ്? 2a എന്ത് വരും? x വരും. ഇതാണ് കൈനറ്റിക് എനർജിയുടെ എന്ത് പറയുന്നത്? വെലോസിറ്റി ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഇനിഷ്യലി ബോഡി റെസ്റ്റിലല്ലേ? അപ്പൊ എന്ത് കിട്ടും? 0. അപ്പൊ v² ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? 2a എന്ത് കിട്ടി? x എന്ന് കിട്ടി. അപ്പൊ v² ഇട്ട് കൊടുക്കുമ്പോൾ കൈനറ്റിക് എനർജി എന്ത് കിട്ടി? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു m ഇൻറ്റു 2ax എന്ന് കിട്ടും. 2 ഇൻറ്റു വെട്ടിക്കളയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ma. ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിക്കുക. ബോഡി താഴോട്ട് വീഴാൻ നേരത്ത് ആക്സിലറേഷൻ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു എന്തായിരിക്കും? ഗ്രാവിറ്റി ആയിരിക്കും. അപ്പൊ നമുക്ക് അതിനെന്ത് വിളിക്കാം? g എന്ന് വിളിക്കാം. അപ്പൊ u എന്തായിരിക്കും? 0 ആയിരിക്കും. a എന്തായിരിക്കും? g ആയിരിക്കും. അപ്പൊ ഇവിടെ എന്താ വരുന്നത്? g ആണ് വരുന്നത്. ഓക്കെ, താഴോട്ട് വരുമ്പോൾ ബോഡിയുടെ ആക്സിലറേഷൻ എന്തായിരിക്കും? g ആയിരിക്കും. അപ്പൊ mg നമുക്ക് എന്ത് കിട്ടി? x എന്ന് കിട്ടി. ഇനി ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാം. എന്താ പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ? പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു m ഇൻറ്റു g ഇൻറ്റു അതെ. ഇപ്പൊ ബോഡി ഇരിക്കുന്നത് എവിടെയാണ്? ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ഇത്രയും ദൂരം അല്ലെ? എന്തായിരിക്കും ഈ ദൂരം എന്ന് പറയുന്നത്? ഈ ദൂരം എന്ന് പറയുന്നത് h ആയിരിക്കും. h മൈനസ് എന്താണ്? x ആയിരിക്കും. ഓക്കെ, മൊത്തം h. ഈ ദൂരം എന്താണ്? ഈ ദൂരം x ആണെങ്കിൽ ഈ ദൂരം എന്തായിരിക്കും? h മൈനസ് എന്തായിരിക്കും? x ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? mg ഇൻറ്റു h മൈനസ് എന്താണ്? x എന്ന് പറയാൻ പറ്റും. ഈക്വൽ ടു എന്താണ്? mgh മൈനസ് എന്താണ്? mgx എന്ന് പറയാൻ പറ്റും. ഓക്കെ, എങ്കിൽ ടോട്ടൽ എനർജി എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്? ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി എന്ത് കിട്ടി നമുക്ക്?
എം ജി എക്സും എന്താണ് പൊട്ടൻഷ്യൽ എനർജി കിട്ടുന്നത്? എം ജി എച്ച് മൈനസ് എന്താണ് എം ജി എക്സ്. ഓക്കെ, പ്ലസ് എന്താണ് എം ജി എച്ച് മൈനസ് എന്താണ് എം ജി എക്സും വെട്ടിക്കളഞ്ഞ് ടോട്ടൽ എനർജി നമുക്ക് എന്ത് കിട്ടും? എം ജി എച്ച് എന്ന് കിട്ടും. ഇതായിരിക്കും ബി എന്ന് പറഞ്ഞ പോയിന്റിലെ ബോഡിയുടെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. നമുക്കിനി സിയും കൂടെ കണ്ടുപിടിക്കാം. സിയും എം ജി എച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ പക്ക. ഓക്കെ, നമുക്ക് സിയിൽ എന്ത് കണ്ടുപിടിക്കാം? ടോട്ടൽ എനർജി കണ്ടുപിടിക്കാം. എന്താ ടോട്ടൽ എനർജി എന്ന് പറയുന്നത്? നമുക്കറിയാം കൈനറ്റിക് എനർജി പ്ലസ് എന്താണ് പൊട്ടൻഷ്യൽ എന്താണ് എനർജിയാണ്. എന്താണ് ഇവിടുത്തെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്? ഓക്കെ, കൈനറ്റിക് എനർജി വി നോ ദാറ്റ് ഹാഫ് എം ബി സ്ക്വയർ അല്ലെ, ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി സ്ക്വയർ ആണ് ഇവിടുത്തെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രം ഇക്വേഷൻ ഓഫ് മോഷൻ വി സ്ക്വയർ ഈസ് ഈക്വൽ എന്താണ് യു സ്ക്വയർ പ്ലസ് എന്താണ് 2x ആണ്. ഇവിടെ യു എന്ന് പറയുന്ന ബോഡി ഇനിഷ്യലി റെസ്റ്റിലായിരുന്നു. ഇനി എ എന്ന് പറയുന്നത് നമുക്കറിയാം ആക്സിലറേറ്റഡ് ഗ്രാവിറ്റി ആണ്. ഇനി എക്സ് എന്ന് പറയുന്നത് അവിടുത്തെ എന്തായിരിക്കും? ടോട്ടൽ ഇവിടെ മുതൽ ഇടം വരെ ട്രാവൽ ചെയ്ത് അപ്പോൾ എന്തായിരിക്കും എക്സ് എന്ന് പറയുന്നത്? ടോട്ടൽ ട്രാവൽ ചെയ്ത ഡിസ്പ്ലേസ്മെന്റ് അതെന്തായിരിക്കും? എച്ച് തന്നെയായിരിക്കും. ഇവിടെ മുതൽ ഇടം വരെ എന്തായിരിക്കും? അത് എച്ച് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2g എന്ത് കിട്ടും? എച്ച് എന്ന് കിട്ടും. ഇത് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ നേരത്ത് കൈനറ്റിക് എനർജി നമുക്ക് എന്ത് കിട്ടും? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു എന്താണ് 2g എന്താണ് എച്ച്. ഓക്കെ, അപ്പം ഇത് വെട്ടിക്കളഞ്ഞ് എന്ത് കിട്ടി? നമുക്ക് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എം ജി എച്ച് കിട്ടി. ഇനി നമുക്കറിയാം എന്താണ് ഈ ബോഡി താഴെ എത്താൻ നേരത്ത് ഹൈറ്റ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഈ ബോഡിയുടെ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? ബോഡിയുടെ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു എന്താണ്? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. പൊട്ടൻഷ്യൽ എനർജി 0 ആയതുകൊണ്ട് തന്നെ കൈനറ്റിക് എനർജി എന്താണ്? എം ജി എച്ച് എന്ന് കിട്ടി അല്ലേ, എം ജി എച്ച്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, എ എന്ന് പറയുന്ന പോയിന്റിലും ടോട്ടൽ എനർജി എം ജി എച്ച്, ബി എന്ന് പറയുന്ന പോയിന്റിലും ബോഡിയുടെ ടോട്ടൽ എനർജി എം ജി എച്ച്, സി എന്ന് പറയുന്ന പോയിന്റിലും ബോഡിയുടെ ടോട്ടൽ എനർജി എന്താണ്? എം ജി എച്ച്. അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പറയുന്നത് ഈ ബോഡിയുടെ മോഷനിൽ ഈ ബോഡിയുടെ ടോട്ടൽ എനർജി എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഓഫ് എ ബോഡി റിമെയിൻസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദി മോഷൻ. ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പറയുന്നത്. ഇതിന്റെ കൂടുതലും ചോദിക്കുന്ന പ്രോബ്ലം ആയിരിക്കും. ഡെറിവേഷൻ ചോദിച്ചാൽ ഇത് എഴുതി വെച്ചാൽ മതി. ഓക്കെ, നമുക്ക് ഇനി അടുത്ത് നോക്കാം. കൊളീഷൻ എന്ന് പറയുന്നത് രണ്ട് വസ്തുക്കൾ തമ്മിൽ പെട്ടെന്ന് ഇന്ററാക്ട് ചെയ്യുന്നു, പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? കൂട്ടിയിടിക്കുന്നു. ഈ കൂട്ടിയിടിയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൊളീഷൻ. സഡൻ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ two bodies is called എന്തായിരിക്കും? കൊളീഷൻ മെയിൻ ആയിട്ട് രണ്ട് തരം കൊളീഷൻ ഉണ്ട്, ഇലാസ്റ്റിക് കൊളീഷനും ഇൻഇലാസ്റ്റിക് കൊളീഷൻ. നമ്മളിവിടെ പഠിക്കുന്നത് ഇലാസ്റ്റിക് കൊളീഷൻ ആണ്. ഇലാസ്റ്റിക് കൊളീഷന്റെ പ്രത്യേകത അവിടെ കൈനറ്റിക് എനർജിയും മൊമെന്റും എന്തായിരിക്കും? കൺസർവ് ആയിരിക്കും. പക്ഷെ ഇൻഇലാസ്റ്റിക് കൊളീഷന്റെ പ്രത്യേകത അവിടെ എന്ത് കൺസർവ് ചെയ്യത്തില്ല? അവിടെ കൈനറ്റിക് എനർജി കൺസർവ് ചെയ്യത്തില്ല, പക്ഷെ എന്ത് കൺസർവ് ചെയ്യും? മൊമെന്റം കൺസർവ് ചെയ്യും. ഓക്കെ, നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ ആണ്. ഓക്കെ, ശ്രദ്ധിക്കുക, രണ്ട് ബോഡി മാസ് M1ഉം പിന്നെന്താണ് M2. ഇത് പോകുന്ന വെലോസിറ്റി ആണ് ഇനിഷ്യൽ വെലോസിറ്റി U1ഉം പിന്നെന്താണ് U2. ഇവ തമ്മിൽ എന്ത് ചെയ്തു? കൊളൈഡ് ചെയ്തു. ഇവർ തമ്മിൽ കൊളൈഡ് ചെയ്തപ്പോഴത്തേക്കും ഈ M1ന്റെ വെലോസിറ്റി എന്നുള്ളത് M1ന്റെ വെലോസിറ്റി V1 ആവുകയും അതുപോലെ M2ന്റെ വെലോസിറ്റി എന്തായി? V2 ആയി മാറുകയും ചെയ്തു. ഓക്കെ, V1 ആയി, ഇതെന്തായി? V2 ആയി. ഓക്കെ, ഈ കൊളീഷൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ ആണ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ കൈനറ്റിക് എനർജി മൊമെന്റും കൺസർവ് ആയിരിക്കും. അപ്പൊ ലോ കൺസർവേഷൻ മൊമെന്റം നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇനിഷ്യൽ മൊമെന്റം ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു മൊമെന്റം എന്താണ്? ആഫ്റ്റർ കൊളീഷൻ. ബിഫോർ കൊളീഷൻ മൊമെന്റം എന്തായിരിക്കും? M1 U1. ഇത് രണ്ടിന്റെ മൊമെന്റം കൂട്ടണ്ടേ? M1 U1 പ്ലസ് എന്തായിരിക്കും? M2 U2. ഇതാണ് ബിഫോർ കൊളീഷൻ മൊമെന്റം. ഈക്വൽ ടു മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ. ആഫ്റ്റർ കൊളീഷൻ മൊമെന്റം എന്താണ്? M1 V1 പ്ലസ് എന്തായിരിക്കും? M2 എന്തായിരിക്കും? V2 ആയിരിക്കും. ഇതിൽ നിന്ന് നമുക്ക് മാസിന്റെ ടൈമിലൊക്കെ ഒരുമിച്ച് കൊണ്ടുവരാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? M1നെ കോമൺ എടുക്കാം. ഇവിടെ U1 ഉണ്ട്. ഈ M1ന്റെ ടൈമിൽ ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് കിട്ടും? മൈനസ് എന്ത് കിട്ടും? V1 കിട്ടും. ഈക്വൽ ടു ഈ M2 ടൈമിൽ അങ്ങോട്ടും ഉണ്ട്. അപ്പൊ M2നെ കോമൺ എടുത്തു. ഇവിടെ ആരുണ്ട്? V2 ഉണ്ട്. ഇവിടെ എന്ത് വരും? മൈനസ് എന്ത് വരും? U2 വരും. ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കുക. ഇനി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് അപ്പൊ ഇതെന്തായിരുന്നു? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എന്താണ്? മൊമെന്റം. ഇനി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് കൈനറ്റിക് എനർജി നമുക്കറിയാം. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് കൈനറ്റിക് എനർജി പറയുന്നത്? കൈനറ്റിക് എനർജി ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ആഫ്റ്റർ കൊളീഷൻ. കാരണം ഇത് എന്ത് കൊളീഷൻ ആണ്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ ആണ്. ഓക്കെ, എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? കൈനറ്റിക് എനർജി ബിഫോർ കൊളീഷൻ, ഇതിനും കൈനറ്റിക് എനർജി ഉണ്ട്, ഇതിനും എന്തുണ്ട്? കൈനറ്റിക് എനർജി ഉണ്ട്. അപ്പൊ എന്തായിരിക്കും? ഹാഫ് ഇൻറ്റു M1 ഇൻറ്റു U1 സ്ക്വയർ പ്ലസ് എന്താണ്? ഹാഫ് ഇൻറ്റു M2 ഇൻറ്റു എന്താണ്? U2 സ്ക്വയർ ഈക്വൽ ടു ഫൈനൽ കൈനറ്റിക് എനർജി എന്തായിരിക്കും? ഹാഫ് ഇൻറ്റു M1 ഇൻറ്റു V1 സ്ക്വയർ പ്ലസ് M2 ഇൻറ്റു എന്താണ്? V2 സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇതുപോലെ തന്നെ എല്ലാവരും ഹാഫ് ഉള്ളത് നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയാം. ഇത് സെയിം പോലെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? മാസിന്റെ ടൈമിലെല്ലാം ഒരുമിച്ച് കൊണ്ടുവരാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? M1 ഇൻറ്റു U1 മൈനസ് എന്താണ്? U1 സ്ക്വയർ മൈനസ് എന്താണ്? V1 സ്ക്വയർ ഇസ് ഈക്വൽ ടു M2 ഇൻറ്റു എന്ത് കിട്ടും? നമുക്ക്
v1 സ്ക്വയർ v2 സ്ക്വയർ മൈനസ് എന്ത് കിട്ടും നമുക്ക് ഇങ്ങോട്ടേക്ക് u2 വരും അല്ലേ. അപ്പൊ u2 സ്ക്വയർ കിട്ടും. ഇനി നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചാൽ രണ്ട് ഇക്വേഷൻ തമ്മിൽ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ഇക്വേഷൻ 2നെ ഇക്വേഷൻ 1 കൊണ്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഇവിടുത്തെ m1 ഇവിടുത്തെ m1 ഇവിടുത്തെ m1 ഇവിടുത്തെ m2 ഇവിടുത്തെ m2 വെട്ടിക്കളയാം. ഇനി ഇവിടെ എന്ത് കിട്ടും, u1 സ്ക്വയർ മൈനസ് എന്താണ് v1 സ്ക്വയർ ഡിവൈഡ് ബൈ എന്താണ് u1 മൈനസ് എന്താണ് v1 ഈക്വൽ ടു ഇവിടുത്തെ കിടക്കുന്നത് v2 സ്ക്വയർ മൈനസ് എന്താണ് u2 സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി, v2 മൈനസ് എന്ത് കിട്ടി, u2 കിട്ടി. ഇത് നോക്കി a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്താണ് a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി, അതായത് u1 പ്ലസ് എന്താണ് v1 ഇൻറ്റു എന്താണ് u1 മൈനസ് എന്താണ് v1 ഡിവൈഡ് ബൈ എന്ത് കിട്ടും, u1 മൈനസ് എന്ത് കിട്ടി v1 ഈക്വൽ ടു നമുക്ക് എന്താ ഇവിടെ കിട്ടുന്നത് v2 പ്ലസ് u2 ഇൻറ്റു v2 മൈനസ് u2 ഡിവൈഡ് ബൈ എന്ത് കിട്ടും v2 മൈനസ് u2. ഓക്കെ, നമുക്കിവിടെ v2 മൈനസ് u2 അതുപോലെ തന്നെ u1 മൈനസ് u1 നമുക്ക് എന്ത് ചെയ്യാം, വെട്ടിക്കളയാം. അവസാനം അത് എന്ത് എളുപ്പമുണ്ട്, u1 പ്ലസ് v1 ഈക്വൽ ടു എന്താണ് v2 മൈനസ് ഒരു കുഴപ്പമുണ്ട്, നമ്മളിവിടെ വെട്ടിക്കളയുന്നത് ഇതാണ് പ്ലസിന്റെ ടൈമിനല്ല വെട്ടിക്കളുണ്ട്, മൈനസിന്റെ ടൈമിന് വെട്ടിക്കളുണ്ട്. ഓക്കെ, v2 പ്ലസ് എന്താണ് u2 ഉണ്ട്. ഇവിടെ നിങ്ങൾ v2 നെ കണ്ടുപിടിക്കുക. v2 ഈക്വൽ ടു എന്തായിരിക്കും, v2 ഈക്വൽ ടു u1 പ്ലസ് v1 മൈനസ് എന്താണ് u2. ഓക്കെ, ഇനി ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഈ v2ന്റെ ടൈമിന് എടുത്ത് ഒന്നാമത്തെ ഇക്വേഷൻ എന്ത് ചെയ്യുക, ഇട്ട് കൊടുക്കുക. ഈ v2ന്റെ ടൈമിന് എടുത്ത് ഒന്നാമത്തെ ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും, m1 ഇൻറ്റു നമുക്ക് ഇങ്ങോട്ടേക്ക് ഇടുക, അതായിരിക്കും നല്ലത്. ഓക്കെ, m1 ഇൻറ്റു ഓക്കെ u1 മാറ്റമൊന്നുമില്ല മൈനസ് എന്താണ് v1 മാറ്റമൊന്നുമില്ല ഈക്വൽ ടു ഇനി m2 ഇൻറ്റു ഈ ഇക്വേഷൻ ഇങ്ങോട്ടേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. m2 ഇൻറ്റു v2 വരെ എന്താവും u1 പ്ലസ് v1 മൈനസ് എന്താണ് u2 മൈനസ് എന്ത് വരും, ഒരു u2 കൂടെ ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ നേരത്ത് ഇവിടെ എന്ത് കിട്ടും, m1 u1 മൈനസ് എന്താണ് m1 v1 ഈക്വൽ ടു m2 ഇൻറ്റു ഇവിടെ എന്താ കിട്ടുന്നത് u1 മൈനസ് ഇവിടെ പ്ലസ് ആണ്, പ്ലസ് എന്താണ് m2 ഇൻറ്റു v1 മൈനസ് 2u2 ആവും, മൈനസ് ടു u2. അപ്പൊ മൈനസ് എന്താണ് 2 ഇൻറ്റു എന്താണ് m2 എന്തെന്നാവും u2 എന്നാവും. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ട പരിപാടി നമുക്ക് കണ്ടുപിടിക്കേണ്ടവരാണ് വെലോസിറ്റി ടൈമിനല്ലേ. ഓക്കെ, വെലോസിറ്റി ടൈമിനോട് നിർത്തി ബാക്കിയുള്ള എല്ലാത്തിനും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. അപ്പൊ ഇവര് ചാടിക്കുക, അങ്ങോട്ടേ അടിക്കുക. അപ്പൊ ഇവിടെ ഓൾറെഡി പാറി കിടപ്പുണ്ട്, ഒരു m2 v1 കിടപ്പുണ്ട്. m2 v1നകത്ത് m2നെ പുറത്തെടുത്തു. ഇങ്ങോട്ടേക്ക് ആരാ വരുന്നത്, m1 v1 അങ്ങോട്ട് വരും. അപ്പൊ എന്താവും, പ്ലസ് എന്താവും ഇവിടെ പ്ലസ് m1 v1 ആവും. പ്ലസ് സോറി, നമ്മൾ m2നെ അല്ല പുറത്തെടുക്കുന്നത്, നമ്മൾ v1 ടൈമിലല്ലേ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ v1 ഇവിടെ കിടപ്പുണ്ട്, ഇവിടെ എന്താ ഉള്ളത് m2 കിടപ്പുണ്ട്. ഇങ്ങോട്ടേക്ക് ആരാ വരുന്നത്, പ്ലസ് m1 ഇങ്ങോട്ടേക്ക് വരും. ഓക്കെ, ശ്രദ്ധിക്കുക, ഈ ടൈമിനാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അവിടുന്ന് v1നെ കോമൺ എടുത്തു കഴിഞ്ഞാൽ m2 അവിടെ കിടപ്പുണ്ട്. ഓക്കെ, m2 പ്ലസ് ഇങ്ങോട്ട് വരുന്നത് എന്താവും m2 കൊണ്ട് m1 ആവും. ഇനി ബാക്കിയുള്ള എല്ലാത്തിനും നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ഇപ്പൊ ഓൾറെഡി ഇവിടെ എന്ത് കിടപ്പുണ്ട്, ഈക്വൽ ടു ഓൾറെഡി ഇവിടെ എന്ത് കിടപ്പുണ്ട് m1 u1 അവിടെ കിടപ്പുണ്ട്. ഓക്കെ, ബാക്കി ഇനി ആരും ഇങ്ങോട്ടേക്ക് വരുന്നത് മൈനസ് എന്ത് കിട്ടും, m2 u1 ഇങ്ങോട്ടേക്ക് വരും, മൈനസ് m2 u1 ഇയാളെയും അതുപോലെ ഇയാളെ ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യുക, വായിക്കുക. ഇവിടെ m1 u1 കിടപ്പുണ്ട്, അത് നമ്മൾ എഴുതി. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും, മൈനസ് എന്താണ് m2 u1 ഉണ്ടാവും, പ്ലസ് എന്താവും 2m2 u2 എന്താണ് u2 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് v1 കണ്ടുപിടിക്കാൻ പറ്റും. v1 എന്ന് പറയുന്നത് ഈക്വൽ ടു നമുക്ക് ഇവിടുന്ന് ആരെ കോമൺ എടുക്കാം, u1 കോമൺ എടുക്കാം. u1 കോമൺ എടുത്തു കഴിഞ്ഞാൽ എന്താണ് m1 മൈനസ് എന്താണ് m2 പ്ലസ് എന്താണ് 2m2 എന്ത് കിട്ടും, u2 കിട്ടും. ദ ഹോൾ ഡിവൈഡ് ബൈ എന്താണ് m1 പ്ലസ് എന്താണ് m2. സിമിലർലി നമുക്ക് എന്തിനെ കണ്ടുപിടിക്കാൻ പറ്റും, v2നെ കണ്ടുപിടിക്കാൻ പറ്റും. ഫൈനൽ വെലോസിറ്റി സെക്കൻഡ് ബോഡിയുടെ ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ഒന്നുമില്ല 1 വരെ എന്തിട്ട് കൊടുക്കുക, 2 ഇട്ട് കൊടുക്കുക. അപ്പൊ ഇവിടെ എന്താവും u2 ആവും, ഇവിടെ എന്താവും m2 ആവും, ഇവിടെ എന്താവും m1 ആവും, പ്ലസ് എന്താണ് 2 ആവത്തില്ല, ഈ 2 തന്നെയാണ്. ഈ സഫിക്സ് മാത്രമേ മറത്തുള്ളൂ. m1 എന്ത് പറ്റും ഇവിടെ u1 ഡിവൈഡ് ബൈ m2 പ്ലസ് m1 എന്ന് പറഞ്ഞാൽ m1 പ്ലസ് m2 എന്താണ് സെയിം തന്നെയാണ്. അപ്പൊ ഇതായിരിക്കും ഈ ബോഡിയുടെ ഫൈനൽ വെലോസിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡെറിവേഷൻ എക്സാമിന് ചോദിക്കാൻ എന്തുണ്ട്, സാധ്യതയുണ്ട്. പിന്നെ ഇതിന് കുറച്ച് സ്പെഷ്യൽ കേസൊക്കെ ഉണ്ട്. തൽക്കാലം ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്ന സ്പ്രിങ്ങിന്റെ കേസാണ്. ശ്രദ്ധിക്കുക, സ്പ്രിങ് എന്താന്ന് പറഞ്ഞുതരാം. ഒരു സ്പ്രിങ് ഉണ്ട് എൻ്റെ കയ്യിൽ, ഇതാണ് ആ സ്പ്രിങ്. ഓക്കെ, ഈ സ്പ്രിങ്ങിനകത്ത് ഞാൻ കൊടുക്കുന്നു, ഒരു ഫോഴ്സ് കൊടുക്കുന്നു. ഫോഴ്സ് കൊടുക്കാൻ നേരത്ത് സ്പ്രിങ് എന്ത് ചെയ്യും, ഇതേപോലെ വലിഞ്ഞു നീളും അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയും ദൂരം അതിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി, ഇത്രയും ദൂരം അതിന് എന്തുണ്ടായി, ഫോഴ്സ് കൊടുത്തപ്പോഴത്തേക്കും ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. ഇനി ഞാൻ ഈ ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ സ്പ്രിങ് എന്ത് ചെയ്യും, അതിന്റെ പഴയ അവസ്ഥയിലോട്ട് വരും. എന്തുകൊണ്ട് സ്പ്രിങ് എന്റെ പഴയ അവസ്ഥയിലോട്ട് വരുന്നത്, കാരണം ഈ സ്പ്രിങ്ങിനകത്ത് എന്തുണ്ട്, ഈ സ്പ്രിങ്ങിന്റെ ഇലാസ്റ്റിക് ബിഹേവിയർ ആണ് ഇതിന് കാരണക്കാര്. ഇലാസ്റ്റിക് ബിഹേവിയർ എന്ന് വെച്ചാൽ
ഒരു വസ്തു അതിന്റെ ഒറിജിനൽ സൈസിലും ഷേപ്പിലും പോയി ഇരിക്കാനുള്ള ടെൻഡൻസി നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇലാസ്റ്റിക് ബിഹേവിയർ. ഈ സ്പ്രിങ്ങിന് ഇലാസ്റ്റിക് ബിഹേവിയർ ഉള്ളത് കൊണ്ട് തന്നെ ഈ സ്പ്രിങ് എന്ത് ചെയ്യും? അതിന്റെ പഴയ അവസ്ഥയിലോട്ട് എന്ത് ചെയ്യും? പോയി നിൽക്കും. ഈ സ്പ്രിങ് അതിന്റെ പഴയ അവസ്ഥയിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ സ്പ്രിങ്ങിന്റെ അകത്ത് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ്, ശ്രദ്ധിക്കുക, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ഈ സ്പ്രിങ്ങിനകത്ത് എന്ത് ചെയ്ത് വെക്കും? സ്റ്റോർ ചെയ്ത് വെക്കും ഇൻ ദ ഫോം ഓഫ് എന്താണ്? റീസ്റ്റോറിംഗ് ഫോഴ്സ്. എങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിന് പ്രപ്പോർഷണൽ ആയിരിക്കും? ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ്. സ്പ്രിങ്ങിന്റെ കേസിൽ ഫോഴ്സ് എന്തിന് പ്രപ്പോർഷണൽ ആണ്? ഡിസ്പ്ലേസ്മെന്റിന് പ്രപ്പോർഷണൽ ആണ്. അതായത് നമ്മൾ സ്പ്രിങ്ങിനെ വലിച്ചു നീട്ടുന്നതനുസരിച്ച് നമ്മൾ കൂടുതൽ 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 എന്ത് കൊടുക്കണം? ഫോഴ്സ് കൊടുക്കണം. അപ്പൊ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ്. പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് എന്ത് ചെയ്യും? മൾട്ടിപ്പിൾ ചെയ്യും. ഫോഴ്സ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ്. ഇതാണ് സ്പ്രിങ്ങിന്റെ ഫോഴ്സ് ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ഫോഴ്സ് എന്ത് ചെയ്ത് വെക്കും? അതിനകത്ത് റീസ്റ്റോറിംഗ് ഫോഴ്സ് ആയിട്ട് വെക്കും. എങ്കിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്തായിരിക്കും? മൈനസ് എന്തായിരിക്കും? മൈനസ് kx ആണ് റീസ്റ്റോറിംഗ് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നത് ഈ സ്പ്രിങ്ങിനകത്ത് സ്റ്റോർ ചെയ്യുന്ന എനർജിയുടെ ഇക്വേഷൻ എക്സാമിന് എന്ത് ചെയ്യുന്നതാണ്? ചോദിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഇന്റഗ്രേഷൻ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം നമുക്കിത് വർക്ക് ഇൻഡിക്കേഷൻ ഫോഴ്സിന് ഡിസ്പ്ലേസ്മെന്റ് നമുക്കറിയാം, പക്ഷേ ആ മൾട്ടിപ്ലിക്കേഷൻ വെച്ച് നമുക്ക് ചെയ്യാൻ കഴിയത്തില്ല. മൾട്ടിപ്ലിക്കേഷൻ വെച്ച് ചെയ്യാൻ കഴിയത്തില്ലെന്ന് പറയാൻ കാരണം നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ വെച്ച് വർക്ക് ഈസ് ഈക്വൽ ടു വർക്ക് ഇൻഡിക്കേഷൻ എന്താണ്? ഫോഴ്സ് ഇൻറ്റു എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ഇൻറ്റു കോസ് ആണ്. ഇത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണ്? ഇവിടുത്തെ ഫോഴ്സ് എന്തല്ല? ഫിക്സഡ് അല്ല. ഫോഴ്സ് ഫിക്സഡ് ആണെങ്കിൽ ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ. ഫോഴ്സ് ഒരു വേരിയബിൾ ആണെങ്കിൽ, സ്പ്രിങ്ങിന്റെ കേസിൽ നമുക്കറിയാം ഫോഴ്സ് ഇൻഡിക്കേഷൻ എന്താണ്? ഫോഴ്സ് ഈസ് ഈക്വൽ ടു k ഇൻറ്റു എക്സ് ആണ്. അപ്പൊ സ്പ്രിങ്ങിന്റെ കേസിൽ ഫോഴ്സ് ഒരു വേരിയബിൾ ആയതുകൊണ്ട് നമുക്ക് എന്തിട്ട് ചെയ്യാൻ പറ്റത്തില്ല? മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിച്ച് വർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പകരം നമ്മൾ വർക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ മറ്റൊരു ടെക്നിക്ക് യൂസ് ചെയ്യും. അതാണ് ഇന്റഗ്രേഷൻ. ഇന്റഗ്രേഷൻ മീൻസ് എന്താണ്? സമ്മേഷൻ ആണ്. എന്തെങ്കിലും ചെറിയൊരു സംഗതി നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ അതിന് നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്താൽ നമുക്കൊരു വലിയ സംഗതി എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു സ്പ്രിംഗ് ഉണ്ട് എന്റെ കയ്യിൽ. സ്പ്രിങ്ങിനെ വളരെ ചെറിയൊരു ഡിസ്പ്ലേസ്മെന്റ് dx കൊണ്ടുപോകാൻ ആവശ്യമായ ഞാൻ എന്ത് കണ്ടുപിടിക്കുന്നു? ഞാൻ വർക്ക് കണ്ടുപിടിക്കുന്നു. ആ വർക്കിനെ ഞാൻ dw എന്ന് വിളിക്കുന്നു. dw ഈസ് ഈക്വൽ ടു കുഞ്ഞു ഫോഴ്സ് ആയത്, കുഞ്ഞു വർക്ക് ആയതുകൊണ്ട് എഫ് ഡോട്ട് എന്താണ്? dx ആയിരിക്കും. ഓക്കെ, ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റും ഫോഴ്സും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് നമുക്ക് അവിടെ എന്ത് വിളിക്കാം? തീറ്റ എന്തായിരിക്കും? തീറ്റ ഈ കേസിൽ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഇന്റഗ്രേഷൻ. ഇന്റഗ്രേഷൻ മീൻസ് സമ്മേഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ കുഞ്ഞു വർക്കിനെ ഇന്റഗ്രേഷൻ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ വർക്ക് കിട്ടും. ഇന്റഗ്രേഷൻ ചെയ്യുന്ന എവിടെ മുതൽ ഇവിടം വരെയാണ്? ഇപ്പൊ ഉദാഹരണത്തിന് ഈ സ്പ്രിങ്ങിനെ ഞാൻ ഇവിടെ മുതൽ ഇവിടം വരെയാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഈ സ്പ്രിങ്ങിനെ ഞാൻ ഇത്രയും ദൂരം എന്ത് ചെയ്യുന്നു? ഡിസ്പ്ലേസ് ചെയ്യിക്കുകയാണ്. അപ്പൊ ഇത്രയും ദൂരം എനിക്ക് എന്ത് ചെയ്യണം? കൊണ്ടുപോകണം. ആ ഡിസ്പ്ലേസ്മെന്റ് ക്യാപിറ്റൽ എക്സ് എന്ന് വിളിക്കുന്നു. അപ്പൊ ഇനിഷ്യലി ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. ഇപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്തായി? ക്യാപിറ്റൽ എക്സ് ആയി. അപ്പൊ 0 മുതൽ എക്സ് വരെയാണ് ഈ സ്പ്രിങ്ങിനെ ഞാൻ എന്ത് ചെയ്യുന്നത്? ഡിസ്പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ അവിടം വരെയുള്ള വർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ലിമിറ്റിനകത്ത് എവിടം മുതൽ എവിടം വരെ വർക്ക് കണ്ടുപിടിക്കേണ്ടത്? 0 to എന്താണ്? ക്യാപിറ്റൽ എക്സ്. എഫ് ഇൻറ്റു എന്താണ്? dx എന്ന് വരും. ഇനി നമുക്കറിയാം ഫോഴ്സ് എന്താണ്? സ്പ്രിങ്ങിന്റെ കേസിൽ k ഇൻറ്റു എന്താണ്? എക്സ് ആണ്. ഇൻറ്റു എന്താണ്? dx. ഇന്റഗ്രേഷന്റെ അകത്ത് കോൺസ്റ്റന്റ് വന്നു കഴിഞ്ഞാൽ ഇന്റഗ്രേഷന് പുറത്തെടുക്കണം. 0 to എക്സ് ഇൻറ്റു എന്താണ്? dx എന്ന് വരും. ഇനി ഒരു ഫോർമുല കാണാപ്പാടം പഠിക്കണം. ഇന്റഗ്രൽ x റൈസ് ടു dx എന്ന് പറയുന്നതാണ് x റൈസ് ടു n+1 ഡിവൈഡ് ബൈ എന്താണ്? n+1 ആയിരിക്കും. അപ്പൊ ഈ കേട്ട് നമുക്ക് എന്ത് കിട്ടും? ഇവിടെ എന്നിന് വരെ എന്താ കിടക്കുന്നത്? 1 അല്ലേ കിടക്കുന്നത്. അപ്പൊ k ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ എന്ത് വരും? 2. 1+1 എന്ന് വരെ 1 ആണ് കിടക്കുന്നത്. 1+1 2/2 അപ് ടു ദി ലിമിറ്റ് 0 to എന്ത് വരും? എക്സ് വരും. ഓക്കെ, ഇനി അപ്പർ ലിമിറ്റ് മൈനസ് എന്താണ്? ലോവർ ലിമിറ്റ്. അപ്പൊ വർക്ക് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക്? അപ്പർ ലിമിറ്റ് എന്താണ്? k ഇൻറ്റു ക്യാപിറ്റൽ എക്സ് സ്ക്വയർ -/2 മൈനസ് എന്താണ്? ലോവർ ലിമിറ്റ് എന്താണ്? 0 സ്ക്വയർ ബൈ എന്ത് വരും? 2 വരും. അപ്പൊ നമുക്ക് വർക്ക് എന്ത് കിട്ടി? വർക്ക് ഈസ് ഈക്വൽ ടു k എക്സ് സ്ക്വയർ ബൈ എന്ത് കിട്ടി? നമുക്ക് 2. ഈ വർക്ക് അതിനകത്ത് എന്തായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും? എനർജി ആയിട്ട് എന്ത് ചെയ്ത് വെക്കും? സ്റ്റോർ ചെയ്ത് വെക്കും. എന്ത് എനർജിയാണ്? പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ സ്പ്രിങ്ങിനകത്ത് സ്റ്റോർ ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജി ഡിക്കേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹാഫ് k എക്സ് സ്ക്വയർ ആണ്. ഹാഫ് k എക്സ് സ്ക്വയർ ആണ് ഒരു സ്പ്രിങ്ങിനകത്ത് സ്റ്റോർ ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് എന്താണ്? റിലേഷൻ ബിറ്റ്വീൻ വർക്ക് ആൻഡ് മൊമെന്റം. സിമ്പിൾ ആണ്, ഒന്നുമില്ല. ശ്രദ്ധിക്കുക, വർക്കിന്റെ റിലേഷൻ ബിറ്റ്വീൻ വർക്കല്ല കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജി ആൻഡ് മൊമെന്റം. എന്താണ് കൈനറ്റിക് എനർജി ഇക്വേഷൻ? കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് mv². ഓക്കെ, ദെൻ നമുക്ക് ഇവിടെ ഒരു മാസ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നു, ഒരു മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയാ? മൊമെന്റത്തിന്റെ ടൈമിനെ കൊണ്ടുവരാൻ വേണ്ടിയാണ്. ദെൻ കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു m² v² ബൈ എന്താന്ന് കിട്ടും? നമുക്ക് m എന്ന് കിട്ടും. ഓക്കെ, ദെൻ കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു p² ബൈ എന്ത് കിട്ടും? നമുക്ക് m എന്ന് കിട്ടും. ഇതാണ് കൈനറ്റിക് എനർജിയും മൊമെന്റവും തമ്മിലുള്ള റിലേഷൻ. അല്ലെങ്കിൽ p ഈക്വൽ ടു √2m ഇൻറ്റു എന്ത് കിട്ടും? നമുക്ക് കൈനറ്റിക് എനർജി കിട്ടും. ഇത് വെച്ചും പ്രോബ്ലം എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്.
അടുത്ത ചാപ്റ്ററാണ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ആൻഡ് റൊട്ടേഷൻ മോഷൻ. അതിനകത്ത് ഫസ്റ്റ് വരുന്നതാണ് റിജിഡ് ബോഡി എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാം റിജിഡ് ബോഡി എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് സൈസും ഷേപ്പും ഉള്ള ബോഡിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റിജിഡ് ബോഡി എന്ന് വിളിക്കുന്നത്. അതിനകത്ത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ സൈസിനോ ഷേപ്പിനോ മാറ്റമോ ഒന്നും ഉണ്ടാകത്തില്ലെങ്കിൽ അങ്ങനെയുള്ള ബോഡിനെ വിളിക്കുന്ന പേരെന്താണ്, റിജിഡ് ബോഡി എന്നാണ്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം സെന്റർ ഓഫ് മാസ് എന്താണെന്ന്. സെന്റർ ഓഫ് മാസ് എന്ന് വെച്ചാൽ ഒരു ബോഡിയുടെ എല്ലാ മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇമാജിനറി പോയിന്റ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സെന്റർ ഓഫ് മാസ് എന്ന് വിളിക്കുന്നത്. ഈ സെന്റർ ഓഫ് മാസിന്റെ കാൽക്കുലേഷൻ കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. ഇപ്പോൾ സപ്പോസ് എന്റെ കയ്യിൽ രണ്ട് ബോഡി ഉണ്ട്, ഒരു ബോഡി M1, അടുത്ത ബോഡി എന്താണ് M2. ഈ ബോഡി ഇരിക്കുന്ന പൊസിഷൻ XY ആൻഡ് Z ഉം ഈ ബോഡി ഇരിക്കുന്നതിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് X1 Y1 Z1 ഉം ഇതിന്റെ X2 Y2 Z2 ആണെങ്കിൽ ഇതിന്റെ സെന്റർ ഓഫ് മാസ് ഇതാണെങ്കിൽ അത് XY Z ആണ് അതിന്റെ കോർഡിനേറ്റ് എങ്കിൽ ഇത് XYZ കണ്ടുപിടിക്കാനുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത് x is equal to M1 x1 plus M2 x2 divided by M1 plus M2 ആയിരിക്കും. ഇനി y കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, എക്സിന് വരും y ഇട്ട് കൊടുക്കുക, z കണ്ടുപിടിക്കാൻ വേണ്ടി എക്സിന് വരും എന്നിട്ട് കൊടുക്കുക, z ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് നമ്മളിവിടെ സെന്റർ ഓഫ് മാസിന്റെ കോർഡിനേറ്റ് പ്ലെയിൻ കണ്ടുപിടിക്കുന്നത്. ഇനി ഒന്നിൽ കൂടുതൽ ബോഡി ഉണ്ടെങ്കിൽ M2 M3 M4 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ശ്രദ്ധിക്കുക. അടുത്തതിനകത്ത് വരുന്നതാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് സെക്ഷൻ ആണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത്. ഒരു ബോഡിയുടെ മാസ് എന്താണ്, ഒരു ബോഡിയുടെ മാസ് M ആണ്. ആ ബോഡി ഒരു ആക്സസിന് ചുറ്റും കിടന്ന് റൊട്ടേറ്റ് ചെയ്യുന്നു. അതിന്റെ ആക്സസിന്റെ റേഡിയസ് അല്ലെങ്കിൽ ആക്സസുമായിട്ടുള്ള ബോഡിയുടെ റേഡിയസ് R ആണെങ്കിൽ ഇത് ഈ R റേഡിയസിൽ ഈ ആക്സസിന് ചുറ്റുമാണെങ്കിൽ ഈ ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്ന I is equal to എന്തായിരിക്കും, mr². ഒരു സിംഗിൾ പാർട്ടിക്കിളിന്റെ കേസിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്ന I is equal to എന്തായിരിക്കും, mr² ആയിരിക്കും. പിന്നെ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ത് ചെയ്യണം, ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. ചിലപ്പോൾ എക്സാമിന് മൊമെന്റ് ഓഫ് ഇനർഷ്യ തരും, ചിലപ്പോൾ തരാതിരിക്കാം. എന്നിരുന്നാൽ കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാൻ പിടിച്ചു വെക്കണം. ഒരു ഏകദേശം 5 ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമ്മൾ കാണാൻ പഠിക്കണം. ഒന്നാമത് റിങ്ങിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ. റിങ്ങിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് ഒരു ശ്രദ്ധിക്കുക, ഞാനിവിടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ പറയുന്നത് ആക്സസിലൂടെ അതിന്റെ സെന്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്നതും ഇതിന് പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സസിന് റെസ്പെക്റ്റിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് പറയുന്നത്. ഓക്കെ, അതായത് റിങ്ങിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് mr² ആണ്. ഇതൊക്കെ പഠിച്ചുകൊണ്ട് പോകണം, ഇമ്പോർട്ടന്റ് ആണ്. ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് mr²/2 ആണ്. അതുപോലെ സ്പിയറിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് അത് 2/5. സോളിഡ് സ്പിയർ ആണെങ്കിൽ 2/5 mr² ആയിരിക്കും. ഇനി അതൊരു ഹോളോ സ്പിയർ ആണെങ്കിൽ 2/3 എന്തായിരിക്കും, mr² ആയിരിക്കും. അതുപോലെ തന്നെ ഇത് റോഡ് ആണെങ്കിൽ അവിടുത്തെ റോഡിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് ഒരു റോഡിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ml²/12 ആയിരിക്കും. L എന്ന് പറയുന്ന റോഡിന്റെ എന്താണ്, ലെങ്ത് ആണ്. നമ്മൾ എന്തെന്ന് പറയുന്നത്, L എന്ന് പറയുന്നത്. ഇത്രയും ബോഡിയുടെ എങ്കിലും മൊമെന്റ് ഓഫ് ഇനർഷ്യ നിങ്ങൾ എന്ത് ചെയ്യണം, ബൈ ഹാർട്ട് ചെയ്യണം. കാരണം എക്സാമിന് ഇത് വെച്ച് പ്രോബ്ലം ചോദിക്കുന്നതാണ്. ഓക്കെ, അതിനുശേഷം വരുന്നതാണ് പാരലൽ ആക്സിസ് തിയറവും പെർപെൻഡിക്കുലർ ആക്സിസ് തിയറവും. ഇമ്പോർട്ടന്റ് ആണ്, ഇവിടെയും പ്രോബ്ലം ആണ് ചോദിക്കുന്നത്. ചിലപ്പോൾ പാരലൽ ആക്സിസ് തിയറം പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്താണെന്ന് എന്ത് ചെയ്യാം, അതുപോലെ തന്നെ ചോദിക്കാം. പാരലൽ ആക്സിസ് തിയറം അതുപോലെ തന്നെ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. നമുക്ക് ആദ്യമേ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം നോക്കാം, അതിനുശേഷം എന്ത് നോക്കാം, പാരലൽ ആക്സിസ് തിയറം നോക്കാം. ഓക്കെ, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം പറയുന്നത് ശ്രദ്ധിക്കുക, എന്റെ കയ്യിൽ ഒരു പ്ലെയിൻ ലാമിന ഉണ്ട്. ഈ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു പ്ലെയിൻ ലാമിനയ്ക്കകത്താണ്. ഓക്കെ, ഒരു പ്ലെയിൻ ലാമിനയ്ക്ക് ഇത് എക്സ് ആക്സിസ് ആണ്. ഈ എക്സ് ആക്സിന്റെ റെസ്പെക്റ്റീവ് ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ IX ഉം അതുപോലെ തന്നെ ഇത് Y ആക്സ് ആണ്. Y ആക്സിന്റെ റെസ്പെക്റ്റീവ് ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ IY ഉം. ഓക്കെ, ഇതിന് രണ്ടുപേർക്കും മ്യൂച്വലി പെർപെൻഡിക്കുലറും ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മൂന്നാമതൊരു ആക്സിസ് ഉണ്ട്. ആ ആക്സിസ് ആണ് ഇതെങ്കിൽ ഇതാണ് മൂന്നാമത്തെ ആക്സിസ്. ഇതിനെ റെസ്പെക്ട് ചെയ്ത് ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ IZ ആണെങ്കിൽ IZ എന്ന് പറയുന്നത് എന്തായിരിക്കും, IX പ്ലസ് എന്തായിരിക്കും, IY ആയിരിക്കും. ഒരു ഇമ്പോർട്ടന്റ് കാര്യം ശ്രദ്ധിക്കേണ്ടത് IX ഉം IY ഉം പ്ലെയിനകത്തായിരിക്കണം. IZ എന്ന് പറയുന്ന പ്ലെയിൻ എന്തായിരിക്കണം, പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഈ മൂന്ന് ആക്സസും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഈ പെർപെൻഡിക്കുലർ ആക്സിസ് എന്ന് പറയുന്നത് ഈ പ്ലെയിനകത്തുള്ള രണ്ട് ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂട്ടുകയാണെങ്കിൽ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മൂന്നാമതൊരു ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ കഴിയും. ഇതാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം പറയുന്നത്. ഇനി അടുത്ത പാരലൽ ആക്സിസ് തിയറം ആണ്. പാരലൽ ആക്സിസ് തിയറം പറയുന്നത് സിമ്പിൾ ആണ്. ഇപ്പോൾ ഒരു ബോഡി, ഒരു റിജിഡ് ബോഡി, എന്ത് ഷേപ്പ് ആയാലും കുഴപ്പമില്ല. പാരലൽ ആക്സിസ് നമുക്ക് ഏത് ഷേപ്പിൽ എടുക്കാം. പക്ഷെ പെർപെൻഡിക്കുലർ ആക്സിസ് നമ്മൾ ഷീറ്റ് അല്ലെങ്കിൽ പ്ലെയിൻ ഷീറ്റിന് വേണ്ടി മാത്രമാണ് എടുക്കുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക, ഈ ബോഡിയുടെ സെന്റർ ഓഫ് മാസ് ഇതാണ് ഞാൻ അസ്യൂം ചെയ്യുന്നു. ഇതിന് സെന്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്ന ഒരു ആക്സസ് ആണിത്. ഇതിനെ റെസ്പെക്ട് ചെയ്ത് ബോഡി കറങ്ങുമ്പോൾ ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമ്മൾ എന്ത് വിളിക്കുന്നു, ICM എന്ന് വിളിക്കുന്നു. ICM എന്ന് പറയുന്നത് ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്. ആക്സിസ് കടന്നു പോകുന്ന നിലക്കൂടെ ആയിരിക്കണം, സെന്റർ ഓഫ് മാസിലൂടെ ആയിരിക്കണം. ഓക്കെ, ഇത് കടന്ന് എന്ത് ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു. ഈ ആക്സിസിന് പാരലായിട്ട് മറ്റൊരു ആക്സിസ് ഉണ്ട്. ഈ ആക്സസും ഈ രണ്ട് ആക്സസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, A ആണെങ്കിൽ
ഈ ആക്സസിനെ റെസ്പെക്ട് ചെയ്ത് ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്ന ഐ ഈസ് ഈക്വൽ ടു ICM-ന് വരെ നമുക്ക് എന്ത് വിളിക്കാം? ഇതിന് I0 എന്ന് വിളിക്കാം. I0 പ്ലസ് എന്തായിരിക്കും? എം എന്ന് പറയുന്ന ബോഡിയുടെ ടോട്ടൽ മാസ്. എം ഇൻറ്റു എന്തായിരിക്കും? A² ആയിരിക്കും. എന്തെന്ന് പറയുന്നത്? ഈ ആക്സസിനെ റെസ്പെക്ട് ചെയ്ത് ബോഡിയുടെ എന്തെന്ന് പറയുന്നത്? മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഇതാണ് പാരലൽ ആക്സിസ് തിയറം പറയുന്നത്. അപ്പൊ പാരലൽ ആക്സിസ് ഒന്നുകൂടെ പറഞ്ഞാൽ ശ്രദ്ധിക്കുക. ബോഡിയുടെ സെന്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്നതും ബോഡിയുടെ എന്ത് ചെയ്യണം? സെന്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്ന ഒരു ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ I0 ആണെങ്കിൽ അതിന് പാരലായിട്ടുള്ള ഒരു ആക്സിസിനെ റെസ്പെക്ട് ചെയ്ത് ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ പറയുന്നത് ഈ സെന്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്ന ആക്സിസിലൂടെ കടന്നു പോകുന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ കൂടെ എന്ത് കൂട്ടിയാൽ മതി? ഈ പ്രോഡക്റ്റ് ഓഫ് എന്തിന്റെയൊക്കെ പ്രോഡക്റ്റ് ആണ്? ഈ ബോഡിയുടെ മാസിന്റെയും ആ രണ്ട് ആക്സിസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന്റെയും പ്രോഡക്റ്റ് എന്ത് ചെയ്താൽ മതി? കൂട്ടി വെക്കുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഈ ആക്സിസിന്റെ റെസ്പെക്ട് ചെയ്ത് ബോഡിയുടെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് എന്ത് പറയുന്നത്? പാരലൽ ആക്സിസ് തിയറം പറയുന്നത്. ഇനി അടുത്തൊരു സംഗതിയാണ് ഇതിനകത്ത് പറയുന്നത് ടോർക്ക്. ടോർക്ക് എന്ന് പറയുന്ന ഒരു ബോഡീനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ബോഡിയുടെ ടേണിംഗ് എഫക്റ്റ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടോർക്ക് എന്ന് വിളിക്കുന്നത്. ടോർക്ക് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ട്, ശ്രദ്ധിക്കുക. ഒരു ബോഡി ഇങ്ങനെ ഇരിക്കുന്നു. ഈ ആമിൽ ഞാൻ എന്ത് കൊടുക്കുന്നു? ഒരു ഫോഴ്സ് കൊടുക്കുന്നു. ഇത് അതിന്റെ പൊസിഷൻ വെക്ടർ ആണ് R എന്ന് പറയുന്നത്. ഈ പൊസിഷൻ വെക്ടറും ഈ ഫോഴ്സ് വെക്ടറും ആയിട്ടുള്ള ആംഗിൾ തീറ്റയാണെങ്കിൽ ഇവിടുത്തെ ടോർക്ക് എന്ന് പറയുന്നത് ഈ ബോഡി ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യും? ടേൺ ചെയ്യും. ഇവിടുത്തെ ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു R ക്രോസ് എന്തായിരിക്കും? F ആയിരിക്കും. അപ്പൊ ടോർക്ക് എന്ന് പറയുന്നത് ക്രോസ് പ്രോഡക്റ്റ് ഓഫ് എന്താണ്? പൊസിഷൻ വെക്ടർ ആൻഡ് ഫോഴ്സ് വെക്ടർ ആയിരിക്കും. ദെൻ നമുക്ക് ടോർക്കിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. R ക്രോസ് എഫ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മോഡുലസ് ഓഫ് R ഇൻറ്റു മോഡുലസ് ഓഫ് വെക്ടർ R ഇൻറ്റു മോഡുലസ് ഓഫ് എന്താണ്? വെക്ടർ ഓഫ്, അതായത് മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു എന്താണ്? സൈൻ തീറ്റ ഇൻറ്റു എന്തുണ്ട്? എൻ ക്യാപ്പ് ഉണ്ട്. ഈ എൻ ക്യാപ്പ് എന്ന് പറയുന്ന ടോർക്കിന്റെ എന്താണ്? ഡയറക്ഷൻ ആണ്. ടോർക്കിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന റൂളാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂള്. ഓക്കെ, ഇതിന്റെ നമ്മുടെ കേൾ ഫിംഗർ അതിന്റെ റൊട്ടേഷനെ കാണിക്കുകയാണെങ്കിൽ തമ്പ് ആയിരിക്കും ടോർക്കിന് എന്ത് വരുന്നത്? ഡയറക്ഷൻ തരുന്നത്. ഇപ്പൊ ഈ കേസിൽ ടോർക്കിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? പുറത്തോട്ടായിരിക്കും. ഇതാണ് ടോർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അടുത്തൊരു സംഗതിയാണ് എന്തെന്ന് പറയുന്നത്? ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത്. ആംഗുലാർ മൊമെന്റം റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ബോഡിയുടെ മൊമെന്റം നമ്മൾ എന്ത് വിളിക്കുന്നത്? ആംഗുലാർ മൊമെന്റം എന്ന് വിളിക്കുന്നത്. ആംഗുലാർ മൊമെന്റം എന്ന് വെച്ചാൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ബോഡിയുടെ മൊമെന്റം ആണെന്ന് ആംഗുലാർ മൊമെന്റം. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്ത ലെറ്റർ എന്താണ്? L ആണ്. ആ ടോർക്ക് കണ്ടുപിടിച്ച പോലെ തന്നെ ഇതും സിമ്പിൾ ആണ്. അവിടെ R ക്രോസ് F ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? R ക്രോസ് എന്തായിരിക്കും? P ആയിരിക്കും. എന്തെന്ന് പറയുന്നത്? ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത്. ഓക്കെ, എങ്കിൽ ആംഗുലാർ മൊമെന്റം നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ലേ? L ഈസ് ഈക്വൽ ടു ആ മോഡുലസ് ഓഫ് R ഇൻറ്റു മോഡുലസ് ഓഫ് P ഇൻറ്റു എന്തായിരിക്കും? സൈൻ തീറ്റ ഇൻറ്റു എന്ത് വരും? എൻ ക്യാപ്പ് ആയിരിക്കും ഈ ആംഗുലാർ മൊമെന്റത്തിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇനി ആംഗുലാർ മൊമെന്റത്തിന് മറ്റൊരു ഇക്വേഷൻ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ശ്രദ്ധിക്കുക. അതിനു മുമ്പായിട്ട് നമുക്ക് ലീനിയർ മോഷനെയും അതുപോലെ തന്നെ ആംഗുലാർ മോഷനും എന്ത് ചെയ്യാം? കമ്പയർ ചെയ്യാം. നമ്മൾ ലീനിയർ മോഷനകത്ത് ഡിസ്പ്ലേസ്മെന്റ് പഠിക്കുമ്പോൾ ആംഗുലാറിനകത്ത് പഠിക്കുന്നത് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റയാണ്. ഇവർ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് x ഈസ് ഈക്വൽ ടു എന്താണ്? R തീറ്റയാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മൾ ഇവിടെ വെലോസിറ്റി പഠിക്കുമ്പോൾ ഇവിടെ പഠിക്കുന്നത് എന്താണ്? ആംഗുലാർ വെലോസിറ്റി ആണ്. ഇവർ തമ്മിൽ റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? V ഈസ് ഈക്വൽ ടു R ഒമേഗയാണ്. ഇനി ഇവിടെ ആക്സിലറേഷൻ പഠിക്കുമ്പോൾ നമ്മൾ ഇവിടെ പഠിക്കുന്നത് എന്താണ്? ആംഗുലാർ ആക്സിലറേഷൻ ആൽഫയാണ്. ഇവർ തമ്മിൽ റിലേഷൻ എന്ന് പറയുന്നത് A ഈസ് ഈക്വൽ ടു എന്താണ്? R ആൽഫയാണ്. ഓക്കെ, അതുപോലെ തന്നെ അതിനുശേഷം നമ്മൾ മാസിന് പകരം ഇവിടെ പഠിക്കുന്നത് മൊമെന്റ് ഓഫ് എന്താണ്? ഇനർഷ്യയാണ്. ഇവർ തമ്മിൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ I ഈസ് ഈക്വൽ ടു എന്താണ്? mr² ആണ്. I ഈസ് ഈക്വൽ ടു എന്താണ്? mr² ആണ്. ദെൻ ഇതിനുശേഷം അടുത്ത വരുന്നത് എന്താണ്? ആംഗുലാർ മൊമെന്റം. ഇവിടെ ആംഗുലാർ മൊമെന്റം മൊമെന്റം P ആണെങ്കിൽ ഇവിടെ ആംഗുലാർ മൊമെന്റം എന്തായിരിക്കും? L ആയിരിക്കും. ഇനി ഇവർ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് L ഈസ് ഈക്വൽ ടു എന്താണ്? R ക്രോസ് എന്തായിരിക്കും? P ആയിരിക്കും. നമ്മൾ മുമ്പ് ചെയ്തതാണ്. ഓക്കെ, ഇനി മൊമെന്റത്തിന്റെ ഇക്വേഷൻ നമുക്കറിയാം. മൊമെന്റം മാസ് ഇൻറ്റു വെലോസിറ്റി ആണെങ്കിൽ ആംഗുലാർ മൊമെന്റം എന്തായിരിക്കും? മൊമെന്റം മാസിന്റെ വെലോസിറ്റി ആണെങ്കിൽ സിമ്പിൾ ആണ്. ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് മാസിന് വരെ നിങ്ങൾ എന്തിട്ട് കൊടുക്കുക? I ഇട്ട് കൊടുക്കുക. വിക്ക് വരെ നിങ്ങൾ എന്തിട്ട് കൊടുക്കുക? ഒമേഗ, I ഒമേഗ. ഇതായിരിക്കും എന്തിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്? മൊമെന്റത്തിന്റെയും ആംഗുലാർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം എന്താണ്? ടോർക്കാണ്. നമ്മളിവിടെ ഫോഴ്സ് ആണ് പഠിക്കുന്നതെങ്കിൽ, ലീനിയറിനകത്ത് ഫോഴ്സ് ആണ് പഠിക്കുന്നതെങ്കിൽ ആംഗുലാറിനകത്ത് നമ്മൾ അതിന് പകരം പഠിക്കുന്നത് എന്താണ്? ടോർക്കിനാണ് പഠിക്കുന്നത്. ഇനി ഇവർ തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു എന്താണ്? R ക്രോസ് എന്താണ്? F ആണ്. ഓക്കെ, ഇനി നമുക്കറിയാം ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? F ഈസ് ഈക്വൽ എന്താണ്? M ഇൻറ്റു A അല്ലെങ്കിൽ എന്താണ്? dP ബൈ എന്താണ്? dt. ഓക്കെ, എങ്കിൽ ഇവിടെ വരാൻ നേരം എന്ത് വരും? ഇവിടെ
ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു എമ്മിന് വരെ എന്താ ഇട്ട് കൊടുക്കേണ്ടത്? എമ്മിന് വരെ ഐ ഇട്ട് കൊടുക്കുക, എക്ക് പറഞ്ഞിട്ട് കൊടുക്കുക ആൽഫ, അപ്പൊ ഐ ആൽഫ. ഇനി ഡി പി ബൈ ഡി ടിക്ക് വരെ നമുക്ക് എന്തിട്ട് കൊടുക്കാം? ഡി. പിക്ക് പറഞ്ഞിട്ട് കൊടുക്കുക, പിക്ക് വരെ എൽ ഇട്ട് കൊടുക്കുക, ഡി ടിക്ക് വരെ ഡി ടി തന്നെ, ഡി എൽ ബൈ ഡി ടി. ഇതാണ് അവിടുത്തെ റിലേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മളിവിടെ കൈനറ്റ് വർക്ക് പഠിക്കും. വർക്ക് ഈസ് ഈക്വൽ ടു നമുക്കറിയാം എന്താണ്? ഇന്റഗ്രൽ x1 ടു എന്താണ്? x2 എഫ് ഡോട്ട് എന്താണ്? ഡി എക്സ് ആണെങ്കിൽ എഫ് ഇൻറ്റു ഡി എക്സ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും വരുന്നത്? റൊട്ടേഷണൽ വർക്ക് എന്ന് പറയുന്നത് ഇന്റഗ്രൽ, ഇവിടെ ആംഗിൾ ആണ് പറയുന്നത് θ1 ടു എന്താണ്? θ2. കാരണം ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ എന്താ പഠിക്കുന്നത്? ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. θ1 ടു θ2 ഫോഴ്സിന് വരെ എന്ത് വരും? ടോർക്ക് വരും. ഡിസ്പ്ലേസ്മെന്റ് വരെ അവിടെ എന്താ വരുന്നത്? ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് വരും. ഇതാണ് ഇവിടുത്തെ എന്ന് പറയുന്നത് വർക്കിന്റെ, റൊട്ടേഷണൽ വർക്കിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു സംഗതിയുണ്ട്, കൈനറ്റിക് എനർജി. എന്താ കൈനറ്റിക് എനർജി ഇക്വേഷൻ? ട്രാൻസ്ലേഷൻ കൈനറ്റിക് എനർജി ഈക്വൽ എന്താണ്? ഹാഫ് ഇൻറ്റു എം വി സ്ക്വയർ ആണെങ്കിൽ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എന്തായിരിക്കും? റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഹാഫ് ഇൻറ്റു എമ്മിന് പകരം നമ്മൾ എന്താ പഠിച്ചത്? എമ്മിന് പകരം എന്താ പഠിച്ചത്? ഐ ആ പഠിച്ചത്. അപ്പൊ ഐ ഇൻറ്റു വിക്ക് വരെ എന്താ പഠിച്ചത്? ഒമേഗാഡ് എന്ത് വരും? സ്ക്വയർ വരും. ഇതാണ് റൊട്ടേഷനും ട്രാൻസ്ലേഷൻ കൈനറ്റിക് എനർജി തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് വരുന്ന മറ്റൊരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എന്താണ്? ആംഗുലാർ മൊമെന്റം. അത് ഇമ്പോർട്ടന്റ് ആണ്. അത് വെച്ച് ആപ്ലിക്കേഷൻ ടൈപ്പിൽ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നതാണ്? ചോദിക്കുന്നതാണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം പറയുന്നത് ഒരു ബോഡിയിൽ ആംഗുലാർ മൊമെന്റം, അതായത് ഒരു ബോഡിയിൽ ടോർക്ക് ഒന്നും ആക്ട് ചെയ്യുന്നില്ല എങ്കിൽ നമുക്കൊരു ടോർക്ക് ഇൻഡിക്കേഷൻ എന്താണ്? ടോർക്ക് ഈസ് ഈക്വൽ ടു ഡി എൽ ബൈ എന്താണ്? ഡി ടി. ഈ ഇക്വേഷൻ പഠിക്കേണ്ട കാര്യമില്ല. കാരണം എഫ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി ആണെങ്കിൽ അവിടെ നിങ്ങൾ പിക്ക് പകരം എല്ലും ടൈം എന്ത് തന്നെയായിരിക്കും? ടൈം തന്നെയായിരിക്കും. എഫിന് വരെ കൊടുക്കുക, ടോർക്ക് ഇട്ട് കൊടുക്കുക. അപ്പൊ ടോർക്ക് ഈസിക്കൽ ഡി എൽ ബൈ ഡി ടി ആണ്. എക്സ്റ്റേണൽ ഫോഴ്സ്, എക്സ്റ്റേണൽ ടോർക്ക് ഒന്നും ആക്ട് ചെയ്യുന്നില്ല എങ്കിൽ ഇവിടുത്തെ ആംഗുലാർ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഇനിഷ്യൽ ആംഗുലാർ മൊമെന്റവും ഫൈനൽ ആംഗുലാർ മൊമെന്റവും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ ഒരു ബോഡിയുടെ ഇനിഷ്യൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ I1ഉം ഇനിഷ്യൽ ആംഗുലാർ വെലോസിറ്റി ω1 ആണെങ്കിൽ എന്തായിരിക്കും ഇനിഷ്യൽ മൊമെന്റ് എന്ന് പറയുന്നത്? ഇനിഷ്യൽ ആംഗുലാർ മൊമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? I1 ω1 ആയിരിക്കും. എങ്കിൽ എന്തായിരിക്കും ഫൈനൽ ആംഗുലാർ മൊമെന്റ് എന്ന് പറയുന്നത്? ഓക്കെ, ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ I2 ω2 ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും? I2 എന്തായിരിക്കും? ω2 ആയിരിക്കും. ഓക്കെ, ഈ ഇക്വേഷൻ ഓർത്ത് നോക്കാം. പിന്നെ ഇതിനകത്ത് എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ലോ ഓഫ് കൺസർവേഷൻ മൊമെന്റം പറയുന്നത് എന്താണ്? ദ ടോട്ടൽ മൊമെന്റം റിമെയിൻസ് കോൺസ്റ്റന്റ് ഇഫ് ദർ ഇസ് നോ എക്സ്റ്റേണൽ ടോർക്ക് ആക്ടിംഗ് ഓൺ ഇറ്റ്. അതായത് ഒരു ബോഡിയിൽ എക്സ്റ്റേണൽ ടോർക്ക് ഒന്നും ആക്ട് ചെയ്യുന്നില്ല എങ്കിൽ ആ ബോഡിയുടെ ടോട്ടൽ ആംഗുലാർ മൊമെന്റം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇഫ് ദർ ഇസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ദ ടോട്ടൽ ആംഗുലാർ മൊമെന്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. എങ്കിൽ നമുക്ക് പറഞ്ഞൂടെ എന്താണ് ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത്? ഐ ഒമേഗ ഈസ് എ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഐ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? ഒമേഗ. അതായത് ഒരു ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടുമ്പോൾ ആംഗുലാർ വെലോസിറ്റി എന്ത് ചെയ്യും? കുറയും. ഇത് വെച്ച് പ്രാക്ടിക്കൽ ആയിട്ട് എന്ത് ചെയ്യുന്നതാണ്? എക്സാമിന് ചോദിക്കുന്നതാണ്. ഒരു കുട്ടി കൈ ഇങ്ങനെ നിവർത്തി വെച്ച് കറങ്ങുമ്പോഴാണോ കൈ ഇങ്ങനെ അടുപ്പിച്ച് വെച്ച് കറങ്ങുമ്പോഴാണോ കൂടുതൽ സ്പീഡിൽ കറങ്ങുന്നത്? എപ്പോഴായിരിക്കും? കൈ അടുപ്പിച്ച് വെച്ച് കറങ്ങുമ്പോഴാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? കൈ അടുപ്പിച്ച് വെച്ച് കറങ്ങുമ്പോൾ ഐ എന്ത് ചെയ്യുന്നു? ഐ കുറയുകയും ഐ കുറയുമ്പോഴത്തേക്കും എന്ത് കൂടും? ഒമേഗ എന്ത് ചെയ്യും? കൂടുകയും ചെയ്യുന്നു. അതുപോലെ ഒരു പൂച്ച താഴോട്ട് വീഴാൻ നേരത്ത് പൂച്ച 4 കാലം വീഴാൻ കാരണം എന്താണ്? 4 കാലം വീഴാൻ നേരത്ത് അവിടെ ഐ കൂടും എന്ത് കുറയും? ഒമേഗ കുറയും. ഒമേഗ കുറയാൻ നേരത്ത് അവിടെ സ്റ്റേബിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആ പൂച്ചക്ക് അവിടെ നിൽക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ ഒരു സാധനം ഓർത്തിരുന്നാൽ മതി. ഐ ഈസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, അതിനുശേഷം വരുന്ന റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന സംഭവം ഉണ്ട്. റേഡിയസ് ഓഫ് ഗൈറേഷൻ, ഒരു ബോഡിയുടെ റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ എന്താണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ? നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി തന്നെ. റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത് ഒരു ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യനെ അല്ലെങ്കിൽ ഒരു ബോഡീനെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? സിംഗിൾ ബോഡി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആ ബോഡീനെ എന്തിട്ട് ചുറ്റിട്ട് കറക്കുന്നു? ഒരു ആക്സിസും ചുറ്റിട്ട് കറക്കുന്നു. അതിന്റെ റേഡിയസ് എന്താണ്? K ആണെങ്കിൽ ഈ കറങ്ങുന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യയും ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താവും? ഈക്വൽ ആവും. എങ്കിൽ ആ റേഡിയസിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഉണ്ട്. K ഈക്വൽ ടു റൂട്ട് ഓഫ് എന്താണ്? I ബൈ എന്താണ്? M ആണ്. ഈ ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഓരോ ബോഡിയുടെയും റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഒരു എക്സാമ്പിൾ ആയിട്ട് റിംഗിന്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടുപിടിക്കുന്നത്. റിംഗിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്കറിയാം എന്താണ്? mr² ആണ്. ബൈ എന്തിട്ട് കൊടുക്കുക? M. എന്ത് കിട്ടും? K ഈക്വൽ എന്ത് കിട്ടും? R എന്ന് കിട്ടും. ഇങ്ങനെ ഓരോ ബോഡിയുടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? റേഡിയസ് ഓഫ് ഗൈറേഷൻ ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇതിൽ അവസാനം വരുന്ന സംഗതിയാണ് എന്തെന്ന് പറയുന്നത്? ലോ ഓഫ് കൺസർവേഷൻ കഴിഞ്ഞു. ലാസ്റ്റ് വരുന്നത് എന്താണ്? റോളിംഗ് മോഷൻ ആണ്. ഒരു ബോഡി റോളിംഗ് മോഷൻ. ശ്രദ്ധിക്കുക, ഈ റോളിംഗ് മോഷന്റെ പ്രത്യേകത ഇവിടെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഒരു ബോഡി ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലൂടെ റോൾ ചെയ്ത് ചെയ്യുന്നു? താഴോട്ടേക്ക് ഇറങ്ങുന്നു. ഓക്കെ, ഇത് H ഹൈറ്റിലാണ് എന്ത് നിൽക്കുന്നത്? ഓക്കെ, ഇതിന്റെ ആംഗിൾ θ ആണ്. ഈ ബോഡി എന്ത് ചെയ്യുന്നു? ഇവിടെ എത്തുമ്പോൾ ഈ ബോഡിയുടെ എന്ത് കണ്ടുപിടിക്കുക? വെലോസിറ്റി കണ്ടുപിടിക്കുക.
നമുക്കറിയാം ഈ ബോഡി ഏറ്റവും ടോപ്പിൽ ഇരിക്കുമ്പോൾ ആ ബോഡിയുടെ എനർജി എന്ന് പറയുന്നത് എന്ത് എനർജി ആയിരിക്കും? പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. താഴെ എത്തുമ്പോൾ ആ എനർജി എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? കൈനറ്റിക് എനർജി ആയിട്ട് എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യും. എന്താ മക്കളെ? പൊട്ടൻഷ്യൽ എനർജി mgh ആണ്. എന്താണ് കൈനറ്റിക് എനർജി? ബോഡി ഉരുണ്ടാണ് താഴോട്ട് വീഴുന്നത്. അപ്പോൾ രണ്ട് തരം എനർജി ഉണ്ട്, റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഉണ്ട്, അതുപോലെ തന്നെ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി. എന്താണ് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്? ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി സ്ക്വയർ പ്ലസ് എന്താണ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്? ഹാഫ് ഇൻറ്റു ഐ ഇൻറ്റു ഒമേഗ സ്ക്വയർ. ഓക്കെ, ദെൻ mgh is equal to ഹാഫ് എം വി സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു ഐക്ക് വരെ എന്താണ്? എം കെ സ്ക്വയർ, വിക്ക് വരും ഒമേഗ വരും വി ബൈ എന്താണ്? ആർ ദ ഹോൾ സ്ക്വയർ. ഇവിടെ നമുക്ക് എമ്മിനെ എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയാം. അവസാനം നമുക്ക് ഇവിടെ എം ഇ സ്ക്വയറിനെ പുറത്തെടുക്കാം. ദെൻ ജി എച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം പോയല്ലേ, എം പോയി കഴിഞ്ഞാൽ ബാക്കി എന്താണുള്ളത്? ഒരു വി സ്ക്വയർ ഉണ്ട്. ബാക്കി എന്തുണ്ട് ഇവിടെ? ഒരു 1. ഇവിടെ ഇനി ബാക്കി ഒരു 1 മാത്രം. 1 പ്ലസ് ഇവിടെ എന്താ വരുന്നത്? ഒരു കെ സ്ക്വയർ ഉണ്ട്, ബാക്കി ആർ സ്ക്വയർ ഉണ്ട്. കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്ന് കിട്ടും. ഇവിടുന്ന് വെലോസിറ്റി ഈസിക്കൽ നമുക്ക് എന്ത് കിട്ടും? റൂട്ട് 2gh ഡിവൈഡ് ബൈ എന്താണ്? 1 പ്ലസ് എന്താണ്? കെ സ്ക്വയർ ബൈ എന്താണ്? ആർ സ്ക്വയർ. ഇതാണ് ഇവിടുത്തെ ബോഡിയുടെ ഒരു ബോഡി ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലൂടെ റോൾ ചെയ്ത് താഴോട്ട് വരുമ്പോൾ ഏറ്റവും താഴെ എത്തുമ്പോൾ അതിന്റെ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് റൂട്ട് 2gh ഡിവൈഡ് ബൈ എന്താണ്? 1 പ്ലസ് എന്താണ്? കെ സ്ക്വയർ ബൈ എന്താണ്? ആർ സ്ക്വയർ ആണ്. ഇനി ഓരോ ബോഡിയുടെയും എന്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്? ഒരു റിംഗിന്റെ വെലോസിറ്റി എന്താണ്? ഒരു ഡിസ്കിന്റെ വെലോസിറ്റി എന്താണ്? ഒരു സ്ഫിയറിന്റെ വെലോസിറ്റി എന്താണ്? ഇത് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോ ബോഡിയുടെയും കെ വാല്യൂ എന്ത് ചെയ്യുക? കണ്ടുപിടിച്ച് എന്ത് ചെയ്യുക? ഇട്ട് കൊടുക്കുക. എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഇവിടെ ഒരു സ്ഫിയറിനെയും ഒരു റിംഗിനെയും ഒരു ഡിസ്കിനെയും നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇവരുടെ താഴെ ഇടുന്നു. ആദ്യം ആരായിരിക്കും വരുന്നത്? ശ്രദ്ധിക്കുക, മൊമെന്റ് ഓഫ് ഇനർഷ്യ കുറവുള്ള ആൾക്കാർക്ക് സ്പീഡ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം. ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? എം ആർ സ്ക്വയർ ബൈ 2 ആണ്. എന്തിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ? ഡിസ്കിന്റേത്. ഇനി റിംഗിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താണ്? എം ആർ സ്ക്വയർ ആണ്. ഇനി സ്പിയറിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്കറിയാം എന്താണ്? 2/5 എന്താണ്? എം ആർ സ്ക്വയർ ആണ്. നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും ഏറ്റവും മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടുതൽ ആർക്കാണ്? റിംഗിനാണ്. അപ്പോൾ അത് കഴിഞ്ഞ ആർക്കാണ്? ഡിസ്കിനാണ്. അത് കഴിഞ്ഞ ആർക്കാണ്? സ്പിയർ. അപ്പൊ ഏറ്റവും മൊമെന്റ് ഓഫ് ഇനർഷ്യ കുറവുള്ള ആർക്കാണ്? സ്പിയറിനാണ്. ഈ ഇക്വേഷൻ നോക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും. മൊമെന്റ് ഓഫ് ഇനർഷ്യ കുറഞ്ഞാൽ നമുക്കറിയാം കെയുടെ വാല്യൂ എന്ത് ചെയ്യും? കെയുടെ വാല്യൂ എന്ത് ചെയ്യും? കുറയും. അപ്പൊ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആർക്കാണോ കുറവ് അയാളായിരിക്കും ആദ്യം എന്ത് ചെയ്യുന്നത്? താഴെ എത്തുന്നത്. അപ്പൊ ആരായിരിക്കും ആദ്യം താഴെ എത്തുന്നത്? സ്പിയർ ആയിരിക്കും ആദ്യം താഴെ എത്തുന്നത്. അതിനുശേഷം ഡിസ്ക് എത്തുന്നു. അതിനുശേഷമാണ് ആരെത്തുന്നത്? റിംഗ് എത്തുന്നത്. മൂന്നാമതാരെത്തും? റിംഗ് എത്തും. ഓക്കെ, ഇതാണ് ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്. പിന്നെ ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ളത് മറ്റൊരു സംഭവം ഉണ്ട്. ഈ ബോഡി ഉരുണ്ട് വരുന്ന ബോഡിയുടെ എന്ത് കണ്ടുപിടിക്കുക? ആക്സിലറേഷൻ കണ്ടുപിടിക്കുക. സിമ്പിൾ ആണ്. വെലോസിറ്റി അറിയാലോ. എങ്കിൽ നമുക്കറിയാം എന്താണ് ഇക്വേഷൻ? വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് എന്താണ്? 2ax. ഇവിടെ ഇനിഷ്യലി ബോഡി റെസ്റ്റിലല്ലേ, അപ്പൊ യു എന്തായിരിക്കും? 0 ആയിരിക്കും. വി സ്ക്വയർ നമുക്കറിയാം എന്താണ്ട് കിടക്കുന്നത്? 2gh ഡിവൈഡ് 1 പ്ലസ് കെ സ്ക്വയർ ബൈ എന്താണ്? ആർ സ്ക്വയർ. ഇനി എ നമുക്ക് കണ്ടുപിടിക്കാനാണ്. എക്സ് കണ്ടുപിടിക്കാൻ നോക്കിയേ. എക്സ് എന്ന് പറയുന്ന ബോഡി സഞ്ചരിച്ച ദൂരമാണ്. ഇത്രയും ദൂരമല്ല സഞ്ചരിച്ചത്. ഓക്കെ, ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ സൈൻ തീറ്റ എടുക്കുന്നു. എന്താ സൈൻ തീറ്റ? ഓപ്പോസിറ്റ് എച്ച് ബൈ ഹൈപ്പോട്ടനസ് എന്നാണ് എക്സ്. ദെൻ എക്സ് ഈസ് ഈക്വൽ എന്ത് കിട്ടും? എക്സ് ഈസ് ഈക്വൽ ടു എച്ച് ബൈ എന്താണ്? സൈൻ തീറ്റ. ഈ ഇക്വേഷൻ ഇട്ട് കൊടുത്തേ ആൻസർ ആയി. ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? 2gh ഡിവൈഡഡ് ബൈ 1 പ്ലസ് എന്താണ്? കെ സ്ക്വയർ ബൈ എന്താണ്? ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു യു എന്താണ്? 0. 2 ഇൻറ്റു എ ഇൻറ്റു എക്സ് എന്താണ്? എച്ച് ബൈ എന്താണ്? സൈൻ തീറ്റ ആണ്. ഈ സംഗതിയൊക്കെ വെട്ടിക്കളയുക. ദെൻ എ എന്ത് കിട്ടി നമുക്ക്? ദെൻ എ ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ ചാടി മോളിക്കറും 2 ഇൻറ്റു വെട്ടിക്കളയാം. അപ്പൊ എന്ത് കിട്ടി? ജി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. ഇതായിരിക്കും ബോഡിയുടെ എന്തെന്ന് പറയുന്നത്? ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്ററിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യം എന്താണ്? ഈ റോളിംഗ് ബോഡി നിങ്ങൾ എന്ത് ചെയ്യണം? നോക്കിക്കൊണ്ട് പോകണം. അതുപോലെ തന്നെ പാരലൽ ആക്സിസ് തിയറം, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. പിന്നെ അടുത്തത് നോക്കേണ്ടത് നിങ്ങൾ എന്താണ്? ആ റിലേഷൻ പഠിച്ചു നോക്കുക. ലീനിയർ മോഷനും അതുപോലെ തന്നെ റൊട്ടേഷൻ മോഷനായിട്ട് റിലേഷൻ. ഈ സംഗതികളാണ് ഏറ്റവും കൂടുതൽ എക്സാമിന് എന്ത് ചെയ്യുന്നത്? ചോദിച്ചു കണ്ടിരിക്കുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഗ്രാവിറ്റേഷനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ അതിനകത്ത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഡെപ്ത്, അതുപോലെ തന്നെ ഹൈറ്റ്, അതുപോലെ തന്നെ എസ്കേപ്പ് വെലോസിറ്റി, ഓർബിറ്റൽ വെലോസിറ്റി. ഈ 4 സംഗതി നിങ്ങൾ നോക്കാതെ എക്സാമിന് പോകാൻ പാടില്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഈ 4 സംഗതിയാണ്. പക്ഷെ നമുക്ക് ഇതിനകത്ത് ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം. എല്ലാവർക്കും അറിയാം യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്. എന്താ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ?
ലോകത്തുള്ള അല്ലെങ്കിൽ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്, ആകർഷിക്കുന്നുണ്ട് വിത്ത് എ ഫോഴ്സ്. ഈ ഫോഴ്സിനെ വിളിക്കുന്ന പേര് എന്താണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് എന്താണ് അട്രാക്ഷൻ. ഇത് എപ്പോഴും എന്തായിരിക്കും, അട്രാക്റ്റീവ് നേച്ചർ ആയിരിക്കും. ഈ ഫോഴ്സിനെ കുറിച്ച് പ്രത്യേകതകളാണ്, ഒരു ബോഡിയുടെ മാസ് m1 ഉം അടുത്ത ബോഡിയുടെ മാസ് എന്താണ് m2 ഉം, അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ് 6 ആണെങ്കിൽ ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം G(m1 m2) ഡിവൈഡഡ് ബൈ r² ആയിരിക്കും. ഇതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. അപ്പൊ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പറയുന്നത് എവറി ബോഡി ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട് ഈച്ച് അതർ വിത്ത് എ ഫോഴ്സ്. ദിസ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി മാറ്റപ്പെട്ട് നമ്മൾ എന്ത് ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ചെയ്യും, അതിനെ വിളിക്കുന്നതാണ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഓക്കെ, നമ്മൾ ഇനി അടുത്ത പഠിക്കാൻ പോകുന്നത് എന്താണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. നമുക്കറിയാം ഒരു ബോഡീനെ എർത്തിന്റെ സർഫസിൽ വെക്കുകയാണെങ്കിൽ ആ ബോഡിക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും, mg ആയിരിക്കും. ഈ ഫോഴ്സ് ആക്ട് ചെയ്യാൻ കാരണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. എങ്കിൽ mg ഈക്വൽ ടു എന്തായിരിക്കും, mg ഈക്വൽ ടു g ക്യാപിറ്റൽ M. ഓക്കെ, നമുക്ക് എർത്തിന്റെ മാസിനെ ക്യാപിറ്റൽ M ആയിട്ട് വിളിക്കാം. ഓക്കെ, ക്യാപിറ്റൽ M സ്മോൾ m ഡിവൈഡഡ് ബൈ ഈ ഡിസ്റ്റൻസിനെ നമുക്ക് എന്ത് വിളിക്കാം, r എന്ന് വിളിക്കുവാണെങ്കിൽ ഡിവൈഡ് ബൈ എന്തായിരിക്കും, r² ആയിരിക്കും. അപ്പൊ m ക്യാൻസൽ ചെയ്ത് g ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, g ക്യാപിറ്റൽ M ബൈ എന്ത് കിട്ടും, നമുക്ക് r² എന്ന് കിട്ടും. ഇതാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ത് ചെയ്യും, വേരി ചെയ്യും. ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 3 കാര്യങ്ങൾ കൊണ്ടാണ് വേരി ചെയ്യുന്നത്. മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കണം 3 കാര്യങ്ങളാണ്. ഒന്നാമത് എർത്തിന്റെ ഷേപ്പ് മൂലമുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഹൈറ്റിലോട്ട് പോകുമ്പോൾ g എന്ത് ചെയ്യും, വേരി ചെയ്യും. അതുപോലെ ഡെപ്തിലോട്ട് പോകുമ്പോൾ എന്ത് വേരി ചെയ്യും, g എന്ത് ചെയ്യും, വേരി ചെയ്യും. ഓക്കെ, എർത്തിന്റെ ഷേപ്പ് മൂലം വേരി ചെയ്യുന്നത് കാണിച്ചു തരാം. ഇപ്പൊ എർത്ത് എന്ന് പറയുന്നത് പെർഫെക്റ്റ് ഷേപ്പ് അല്ല, സ്പെറിക്കൽ ഷേപ്പ് അല്ല. എർത്തിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ജിയോസ്പെറിക്കൽ ഷേപ്പ് ആണ്. അതായത് ഇക്വേറ്ററിലെ റേഡിയസ് എന്തായിരിക്കും, ഇക്വേറ്ററൽ റേഡിയസ് കൂടുതലും, പോളിലെ റേഡിയസ് എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പൊ നമുക്ക് പറയാൻ പറ്റും റേഡിയസ് ഓഫ് ഇക്വേറ്റർ ഈസ് ഗ്രേറ്റർ ദാൻ റേഡിയസ് ഓഫ് എന്തായിരിക്കും, പോളായിരിക്കും. നമുക്കറിയാം g ഡിക്കേഷൻ g ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്നാണ് r² ആണ്. അതായത് റേഡിയസ് കൂടുമ്പോൾ g എന്ത് ചെയ്യണം, കുറയണം. അപ്പോൾ റേഡിയസ് കൂടുന്ന എവിടെയാണ്, ഇക്വേറ്ററിൽ റേഡിയസ് കൂടുതലായതുകൊണ്ട് ഇക്വേറ്ററിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്തായിരിക്കും, കുറവായിരിക്കും. പോളിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്തായിരിക്കും, കൂടുതലുമായിരിക്കും. ഓക്കെ, പിന്നെ അടുത്ത എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഡെറിവേഷൻ ആണ് എന്തെന്ന് പറയുന്നത്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതായത് ഹൈറ്റിലോട്ട് ഒരു ബോഡി പോകുന്നതോറും അതിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്തെങ്കിലും കുറഞ്ഞുകൊണ്ടിരിക്കും. അതിന്റെ ഡെറിവേഷൻ എക്സാമിൽ ചോദിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഇതാണ് നമ്മുടെ എർത്തിന്റെ മാസത്താണ് ക്യാപിറ്റൽ M ആണ്. ഒരു ബോഡീനെ h ഹൈറ്റിൽ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു, h ഹൈറ്റിൽ എന്ത് ചെയ്തിരിക്കുന്നു, പ്ലേസ് ചെയ്തിരിക്കുന്നു. ഓക്കെ, എങ്കിൽ ഇവിടുത്തെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. നമുക്കറിയാം ഒരു ബോഡി എർത്തിന്റെ സർഫസിലാണെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, gm ബൈ എന്തായിരിക്കും, r² ആയിരിക്കും. ഇനി ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കുക. ഇനി h ഹൈറ്റിൽ എന്തായിരിക്കും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, g മാറത്തില്ല, m മാറത്തില്ല, r എന്തായിട്ട് മാറും, r പ്ലസ് എന്താവും, h ദ ഹോൾ സ്ക്വയർ ആവും. കൂട്ടിയിട്ട് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ 2നെ ഇക്വേഷൻ നമ്പർ 1 കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്ന gh ബൈ g ഈസ് ഈക്വൽ ടു gm ഒക്കെ നമുക്ക് വെട്ടിക്കളഞ്ഞിട്ട് നമുക്ക് അവസാനം കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് r² ഡിവൈഡഡ് ബൈ എന്താണ്, r പ്ലസ് h ദി ഹോൾ സ്ക്വയർ ആണ്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ആറിന് നിങ്ങൾ എന്ത് ചെയ്യുക, പുറത്തെടുക്കുക. സ്ക്വയറിന് പുറത്ത് വന്നു കഴിഞ്ഞാൽ r² ആവും. ഇവിടുന്ന് ബാക്കി ആയതുകൊണ്ട് 1 ഉണ്ട്, ഇവിടെ 6 ഇല്ലായിരുന്നു. അപ്പൊ 6 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് 6 ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഈ മൾട്ടിപ്പിൾ ചെയ്ത് പുറത്തെടുത്ത് ബാക്കി എന്തുണ്ട്, ഒരു h ബൈ എന്തുണ്ട്, r ഉണ്ട്, ദ ഹോൾ സ്ക്വയർ. r² വെട്ടിക്കളയാ. ദെൻ gh ബൈ g നമുക്ക് എന്ത് കിട്ടും, gh ബൈ g ഈക്വൽ ടു ഈ 1 പ്ലസ് h ബൈ r എന്ത് മുകളിൽ പോകും. അപ്പൊ എന്താ 1 പ്ലസ് h ബൈ r ദ ഹോൾ റേഷ്യോ എന്താവും, -2 ആവും. ഇനി ഇതൊരു ഫോർമുലയാണ്, 1 പ്ലസ് x ദ ഹോൾ റേഷ്യോ -2 എന്ന് പറയുന്നത് 1 മൈനസ് 2x പ്ലസ് 3x² എക്സെട്രാ കൊണ്ടേയിരിക്കും. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ 1 പ്ലസ് എക്സിന് വരെ എന്താണ്, h ബൈ r ആണ്. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്, 1 മൈനസ് എക്സിന് വരെ എന്താണ്, h ബൈ r, 2 h ബൈ എന്താണ്, r പ്ലസ് 3 h ബൈ r ദ ഹോൾ സ്ക്വയർ എക്സെട്രാ. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ കണ്ടീഷൻ എന്ന് പറയുന്നത് h എന്താണ് ആറിനേക്കാൾ വളരെ എന്താണ് ചെറുതാണെങ്കിൽ ഇതിനകത്ത് ഹയർ പവേഴ്സിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നെഗ്ലക്ട് ചെയ്യാം. അവസാനം നമുക്ക് എന്ത് കിട്ടും, ഇക്വേഷൻ gh ബൈ g ഈസ് ഈക്വൽ ടു എന്താണ്, 1 മൈനസ് എന്താണ് 2h ബൈ നമുക്ക് എന്തെന്ന് കിട്ടും, 1 മൈനസ് 2h ബൈ r എന്ന് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, gh ഈസ് ഈക്വൽ ടു g ഇൻറ്റു എന്താണ് 1 മൈനസ് എന്താണ് 1 മൈനസ് 2h ബൈ എന്തായിരിക്കും, 1 മൈനസ് എന്താണ് 2h ബൈ എന്താണ് r ആണ്. ഇതാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. h ഹൈറ്റിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, g ഇൻറ്റു 1 മൈനസ് എന്താണ് 2h ബൈ r ആണ്. അതായത് മുകളിലോട്ട് പോകുമ്പോൾ ഒരു ബോഡിയുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ത് ചെയ്യും, കുറഞ്ഞു വരും. ഒരു കാര്യം ശ്രദ്ധിക്കുക,
ഇപ്പോൾ എർത്തിലാണോ അതോ മൂണിലാണോ ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയായിരിക്കും? എർത്തിൽ ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി കൂടുതലായിരിക്കും. കാരണം എർത്തിന്റെ മാസം എന്താണ്? കൂടുതലാണ്. മൂണിൽ എന്താണ്? ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി എന്താണ്? കുറവാണ്. അതുകൊണ്ട് തന്നെ മൂണിൽ എന്തില്ല? അറ്റ്മോസ്ഫിയർ ഇല്ല. കാരണം എന്താണ്? അവിടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്താണ്? കുറവാണ്. അതുകൊണ്ട് തന്നെ മൂണിൽ എന്തില്ല? അറ്റ്മോസ്ഫിയർ ഇല്ല. അതുകൊണ്ട് തന്നെ മൂണിലെ എസ്കേപ്പ് വെലോസിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും. പെട്ടെന്ന് എന്ത് ചെയ്യും? ഈ എയർ മോളിക്യൂൾസ് ഒക്കെ എന്ത് ചെയ്യും? എസ്കേപ്പ് ചെയ്തു പോകും. അതായത് ഒരാൾ ഭൂമിയിൽ ചാടുന്നതിനേക്കാൾ വളരെ ഹൈറ്റിൽ നമുക്ക് എവിടെ ചാടാൻ പറ്റും? നമുക്ക് മൂണിൽ എന്ത് ചെയ്യാൻ പറ്റും? ചാടാൻ കഴിയും. അടുത്ത ഡെറിവേഷൻ ആണ് നമുക്ക് ഡെപ്തിന്റെ ഡെറിവേഷൻ എന്താന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി, ഡെപ്തിലെ ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി എന്നാ നോക്കാം. ശ്രദ്ധിക്കുക. അപ്പൊ ഒരു നമ്മുടെ എർത്താണ് ഇരിക്കുന്നത്. ഈ എർത്തിന്റെ ഡി ഡെപ്തിൽ എന്തിരിപ്പുണ്ട്? ഒരു ബോഡി ഇരിപ്പുണ്ട്. ഈ ബോഡിയുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സർഫസിലാണെങ്കിൽ G = JM by എന്തായിരിക്കും? R². പുട്ടിരിക്കേഷൻ നമ്പർ എന്താണ്? 1. ഓക്കെ, ഇനി GD ഡെപ്തിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കുന്ന മുമ്പായിട്ട് ശ്രദ്ധിക്കുക. ഡെപ്തിലോട്ട് വരാൻ നേരത്തെ എന്താ സംഭവിക്കുന്നത്? ഈ ബോഡിക്ക് ഇത്രയും പോർഷൻ മാത്രമേ എന്തുള്ളൂ? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൊടുക്കുന്നുള്ളൂ. ഇത്രയും പോർഷൻ എന്ത് കൊടുക്കത്തില്ല? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൊടുക്കത്തില്ല. അപ്പൊ ഈ ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? മാസിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇക്വേഷനെ നിങ്ങൾ ഈ മാസിന്റെ ടൈമിൽ എന്ത് ചെയ്യണം? മാറ്റണം. ഓക്കെ, മാസിന്റെ ടൈമിൽ എങ്ങനെ നിങ്ങൾ മാറ്റാൻ ശ്രദ്ധിച്ചേ. ഓക്കെ, ഹൈറ്റിൽ നമ്മൾ ചെയ്യുന്നില്ല. കാരണം എന്താണ്? ഹൈറ്റിൽ ഇപ്പോൾ നമ്മളിപ്പോ ഒരു ബോഡി വെക്കുവാണെങ്കിൽ ഇതിന് സർഫസിൽ വെച്ചാലും ഇത്രയും മാസം എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. ഇവിടെ വെച്ചാൽ ഇത്രയും മാസം എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. പക്ഷെ ഡെപ്തിലോട്ട് കൊണ്ടുവന്ന എന്താ സംഭവിക്കുന്നത്? ഡെപ്തിലോട്ട് കൊണ്ടുവന്ന നേരത്തെ ഇത്രയും മാസം എന്ത് ചെയ്യത്തില്ല? അട്രാക്ട് ചെയ്യത്തില്ല. അപ്പൊ നമുക്ക് ഇത്രയും മാസം എന്ത് ചെയ്യത്തില്ല? അട്രാക്ട് ചെയ്തില്ല. ഇത്രയും മാസം മാത്രമേ എന്ത് ചെയ്തുള്ളൂ? അട്രാക്ട് ചെയ്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ മാസം എന്ത് ചെയ്യുന്നു? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ജീനെ നമുക്ക് എന്തിന്റെ ടൈമിൽ കൊണ്ടുവരാം? ഈ മാസിന്റെ ടൈമിൽ എടുത്ത് കളയണം. അതിന് നമുക്കറിയാം ഡെൻസിറ്റി ഈക്വൽ എന്താണ്? ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ എന്താണ്? വോളിയം ആണെങ്കിൽ മാസ് ഈക്വൽ ടു എന്താണ്? മാസ് ഈക്വൽ ടു ഡെൻസിറ്റി എന്താണ്? വോളിയം ആണ്. അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പൊ G ഈക്വൽ നമുക്ക് എന്ത് കിട്ടും? G ഈക്വൽ ടു എമ്മിന്റെ എന്താണ്? റോ വി ഡിവൈഡ് ബൈ എന്താണ്? R². ഇനി നമുക്കറിയാം വോളിയം, ഇതൊരു സ്പിയർ അല്ലേ? സ്പിയറിന്റെ വോളിയം എന്താണ്? G റോ 4/3 എന്തെന്ന് വരും? πr³ വോളിയം πr³ ആണ്. ഡിവൈഡ് ബൈ എന്താണ്? R² എന്നാവും. ഈ R² R³ വെട്ടിക്കളയാ. അപ്പൊ നമുക്ക് G ഇഡിക്കേഷൻ എന്ത് കിട്ടി? G equal to G rho 4/3 pi into R എന്ന് കിട്ടി. ഇതിനെ പുട്ടിരിക്കേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? GD ഡെപ്തിലെ നമുക്ക് ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ. G മാറുമോ? ഇല്ല. റോ മാറുമോ? ഇല്ല. 4/3 മാറുമോ? ഇല്ല. പൈ മാറുമോ? ഇല്ല. ഇപ്പോൾ R എന്നുള്ളത് ഇത്രയല്ലേ ഉള്ളൂ. അതായത് ഇത്രയും R ആണ്, ഇത്രയും എന്താണ്? R ആണ്, ഇത്രയും D ആണെങ്കിൽ ബാക്കിയുള്ള എന്തായിരിക്കും? R - D ആയിരിക്കും. എന്തായിരിക്കും? R - D. പുട്ടിരിക്കേഷൻ നമ്പർ 2. ഇനി മുമ്പത്തെ പോലെ തന്നെ 2-നെ 1 വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? GD by G equal to G പോയി, റോ പോയി, 4/3 പോയി, പൈ പോയി. ബാക്കി എന്തുണ്ട്? ഇനി ബാക്കി എന്തുണ്ട്? R - D by എന്തുണ്ട്? R ഉണ്ട് അല്ലെ? എങ്കിൽ GD by G നമുക്ക് എന്ത് കിട്ടി? GD by G equal to 1 - D by R. or GD equal to G into എന്താണ്? 1 - എന്താണ്? D by R. ഇതാണ് ഡെപ്തിലെ ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി. ഡെപ്തിലോട്ട് പോകുമ്പോഴും ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി എന്ത് ചെയ്യും? കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണ്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ആണ്. ഓക്കെ, ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെറിവേഷൻ ആണ് നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞ എന്താണ്? GH ഉം GD യും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്. അത് നോക്കാതെ നിങ്ങൾ പോകരുത്, എക്സാമിന് ചോദിക്കും. ഓക്കെ, അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ, അതുപോലെ തന്നെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഒരു ബോഡിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷനിലോട്ട് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഗ്രാവിറ്റേഷൻ ഫീൽഡിലോട്ട് കൊണ്ടുവരാൻ നമ്മൾ ചെയ്യുന്ന വർക്കിനെയാണ് നമ്മൾ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എന്നും. ഇനി ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമ്മളൊരു യൂണിറ്റ് മാസിനെ കൊണ്ടുവരാണെങ്കിൽ പൊട്ടൻഷ്യൽ ആണെങ്കിൽ ഒരു ഗിവൺ മാസിനെയാണ് ഇൻഫിനിറ്റിയിൽ നിന്ന് എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷനിലോട്ട് കൊണ്ടുവരുന്നതെങ്കിൽ അത് നമ്മൾ വിളിക്കുന്നത് എന്തായിരിക്കും? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. ഓക്കെ, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി നമുക്കറിയാം നമ്മൾ ചെയ്യുന്ന വർക്കാണ് എനർജി ആകുന്നത് അല്ലേ? അപ്പോൾ വർക്ക് ഈസ് ഈക്വൽ ടു എന്താണ്? കുഞ്ഞു വർക്ക് ആണെങ്കിൽ വർക്ക് ഈസ് ഈക്വൽ എന്തായിരിക്കും? ഫോഴ്സ് ഇൻറ്റു എന്തായിരിക്കും? കുഞ്ഞു ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? DX ആയിരിക്കും. ഓക്കെ, ദെൻ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇന്റഗ്രേഷൻ ഉണ്ടാവും. W ഈസ് ഈക്വൽ നമ്മൾ എവിടുന്നാണ് കൊണ്ടുവരുന്നത്? ഇൻഫിനിറ്റിയിൽ നിന്നാണ്. എങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്? ഇൻഫിനിറ്റിയിൽ നിന്ന് നമ്മൾ R ഡിസ്റ്റൻസിലോട്ടാണ് ബോഡിനെ എന്ത് ചെയ്യുന്നത്? കൊണ്ടുവരുന്നത്. ഓക്കെ, ഒരു മാസിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു R ഡിസ്റ്റൻസിലോട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇൻഫിനിറ്റി ടു R നമുക്കറിയാം F ഈക്വൽ എന്താണ്? G ക്യാപിറ്റൽ M സ്മോൾ m ഡിവൈഡഡ് ബൈ എന്താണ്? R² ഇൻറ്റു എന്ത് വരും? R² അല്ല വരുന്നത്. ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് വിളിക്കാം? അതിനെ X² എന്ത് വിളിക്കാം? DX എന്ന് വിളിക്കാം. അവിടെ G ക്യാപിറ്റൽ M സ്മോൾ m ഇതൊക്കെ കോൺസ്റ്റന്റ് ആണ്. ബാക്കി എന്താണ്? ഇൻഫിനിറ്റി ടു R എന്തായിരിക്കും?
1/x² എന്ത് വരും dx വരും ഈക്വൽ ടു നമുക്ക് നോക്കിയാൽ gmm ഇൻറ്റു എന്താ x² എന്ന് വെച്ചാൽ അതിന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും സോറി ഇന്റഗ്രേഷൻ എന്താണ് x റേസ് ടു മൈനസ് എന്ത് വരും 2dx എന്ന് വരും x റേസ് ടു n dx എന്ന് പറഞ്ഞാൽ x റേസ് ടു n+1 ഡിവൈഡ് ബൈ n+1 ആണെങ്കിൽ x റേസ് ടു -2+1 ഡിവൈഡ് ബൈ എന്താവും -2+1 ആവും ഓക്കെ എങ്കിൽ നമുക്ക് എന്താ കിട്ടുന്നത് x റേസ് ടു -1 ഡിവൈഡ് ബൈ എന്ത് കിട്ടും നമുക്ക് -1 അപ് ടു ദി ലിമിറ്റ് ഇൻഫിനിറ്റി ടു എന്താണ് r എന്ന് കിട്ടും എങ്കിൽ നമുക്ക് എന്ത് കിട്ടി g ക്യാപിറ്റൽ m സ്മോൾ m ലിമിറ്റ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അപ്പോൾ എന്താണ് r റേസ് ടു -1 ഡിവൈഡ് ബൈ -1 മൈനസ് എന്താണ് ഇൻഫിനിറ്റി റേസ് ടു -1 ഡിവൈഡ് ബൈ എന്താണ് -1 ഓക്കെ ഇൻഫിനിറ്റി റേസ് ടു -1 എന്ന് പറയുന്നത് 1/∞ 1/∞ എന്താ 0 ഈ ടൈം എന്തായിട്ട് പോകും 0 ആയിട്ട് പോകും ബാക്കി എന്ത് കിട്ടി നമുക്ക് -g ക്യാപിറ്റൽ m സ്മോൾ m ഡിവൈഡ് ബൈ r ഇതാണ് ഇവിടുത്തെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്താണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി -gmm ബൈ എന്താണ് r ആണ് m എന്ന് പറയുന്നത് ക്യാപിറ്റൽ m എന്ന് പറയുന്നത് എർത്തിന്റെ മാസാണ് സ്മോൾ m എന്ന് പറയുന്നത് ബോഡിയുടെ മാസാണ് അതുപോലെ r എന്ന് പറയുന്നത് എർത്തിന്റെ സെന്ററിൽ നിന്ന് അങ്ങോട്ടേക്കുള്ള എന്തായിരിക്കും ഡിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ r-നെ r+h എന്നും ചില കണ്ടീഷനിൽ എടുക്കാറുണ്ട് ഇനി അടുത്തതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് സംഗതിയാണ് എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് എസ്കേപ്പ് വെലോസിറ്റി എന്ന് വെച്ചാൽ ഒരു ബോഡിനെ എർത്തിന്റെ സർഫസിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ ആവശ്യമായ മിനിമം വെലോസിറ്റി നമ്മൾ എന്ത് വിളിക്കുന്നത് എസ്കേപ്പ് വെലോസിറ്റി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷനിൽ നിന്ന് ഒരു ബോഡിനെ എസ്കേപ്പ് ചെയ്യാൻ ആവശ്യമായ മിനിമം വെലോസിറ്റി നമ്മൾ എന്ത് വിളിക്കുന്നത് എസ്കേപ്പ് വെലോസിറ്റി എന്ന് വിളിക്കുന്നത് എസ്കേപ്പ് വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കുന്നത് ശ്രദ്ധിക്കുക അപ്പോൾ ഒരു ബോഡിനെ എർത്തിന്റെ സർഫസിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ആവശ്യമായ വർക്ക് എന്തായിരുന്നു g ഈക്വൽ ടു പൊട്ടൻഷ്യൽ വർക്ക് എന്തായിരുന്നു വർക്ക് ഈസ് ഈക്വൽ ടു മൈനസ് എന്താണ് g ക്യാപിറ്റൽ m സ്മോൾ m ഡിവൈഡ് ബൈ എന്താണ് r² ആണെങ്കിൽ എർത്തിന്റെ സർഫസിൽ നിന്ന് ഒരു ബോഡിനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ വർക്ക് എന്തായിരിക്കും ഈ അങ്ങോട്ട് കൊണ്ടുപോകാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ മൈനസ് ആണെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകാൻ എന്തായിരിക്കും പ്ലസ് ആയിരിക്കും എർത്തിന്റെ സർഫസ് ആയതുകൊണ്ട് എന്തായിരിക്കും ഇത് ക്യാപിറ്റൽ r ആയിരിക്കും ഓക്കെ എങ്കിൽ നമുക്ക് എന്തായിരിക്കും ഇവിടുത്തെ വർക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഇന്റഗ്രേഷൻ വെച്ചാണ് കണ്ടുപിടിക്കേണ്ടത് അവിടെ നിങ്ങൾ ഇന്റഗ്രേഷൻ വെച്ച് കണ്ടുപിടിക്കുമ്പോൾ w ഈസ് ഈക്വൽ ടു എവിടെ നിന്ന് എങ്ങോട്ടാണ് കൊണ്ടുവന്നത് എർത്തിന്റെ സർഫസിൽ നിന്ന് ഇൻഫിനിറ്റി നേരത്തെ ഇൻഫിനിറ്റി ടു r ആണെങ്കിൽ ഇവിടെ r2 എന്താണ് ഇൻഫിനിറ്റി f ഇൻറ്റു എന്താണ് dx നിങ്ങൾ ഇന്റഗ്രേഷൻ നിങ്ങൾക്ക് ആൻസർ കിട്ടും നിങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന എക്സാമിന് അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും ഈ സെയിം സംഖ്യ തന്നെ g ക്യാപിറ്റൽ m സ്മോൾ m ഡിവൈഡഡ് ബൈ സ്മോൾ r വരെ എന്താണ് ക്യാപിറ്റൽ r². ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ എന്തായിരിക്കും ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു മൈനസ് ആണ് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ എന്തായിരിക്കും പ്ലസ് ആയിരിക്കും ഈ വർക്ക് നിങ്ങൾ എന്തിന്റെ ഫോമില കൊടുക്കുന്നത് ഇൻ ദ ഫോം ഓഫ് എന്താണ് കൈനറ്റിക് എനർജി അപ്പൊ കൈനറ്റിക് എനർജി എല്ലാവർക്കും അറിയാം അപ്പൊ ഈ വർക്ക് നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത് കൈനറ്റിക് എനർജിയുടെ ഫോമിലാണ് എന്താ കൈനറ്റിക് എനർജി ½ എന്താണ് ഈ വെലോസിറ്റി എന്ന് വിളിക്കുന്ന പേരെന്താണ് എസ്കേപ്പ് വെലോസിറ്റി വലിച്ചെറിയല്ലേ ചെയ്യുന്നത് അപ്പൊ ഈ വെലോസിറ്റി എന്തായിരിക്കും എസ്കേപ്പ് വെലോസിറ്റി ഈ സീക്വൽ വർക്ക് ഇൻഡിക്കേഷൻ ആണ് g ക്യാപിറ്റൽ m സ്മോൾ m ഡിവൈഡ് ബൈ എന്താണ് r² m വെട്ടിക്കളയാ ദെൻ എസ്കേപ്പ് വെലോസിറ്റി ഈക്വൽ നമുക്ക് എന്ത് കിട്ടി √2 gm ബൈ എന്തായിരിക്കും r² ആണ് gm ബൈ r². എന്താ gm ബൈ r² എന്ന് പറയുന്നത് നമുക്കറിയാം സ്മോൾ g ഈക്വൽ എന്താണ് gm ബൈ എന്താണ് r² ആണ് അപ്പൊ എസ്കേപ്പ് വെലോസിറ്റി ഈക്വൽ നമുക്ക് എന്ത് കിട്ടി √2 എന്തെന്ന് കിട്ടി നമുക്ക് 2 എന്തെന്ന് കിട്ടി g എന്ന് കിട്ടി അപ്പം സോറി √2g അല്ല ഒരു ചെറിയൊരു തെറ്റുണ്ട് ഇവിടെ നമുക്ക് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് കിട്ടിയത് എന്താണ് gmm ബൈ എന്തല്ല r² അല്ല gmm ബൈ എന്താണ് r എന്നാണ് കിട്ടിയത് അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് gmm ബൈ r വരുന്നത് ഇവിടെ എന്താ വരുന്നത് gm ബൈ എന്ത് വരും r എന്ന് വരും ഓക്കെ ഇനി നിങ്ങൾ എന്ത് ചെയ്യുക ഒരു r കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക ഒരു r കൊണ്ട് എന്ത് ചെയ്യുക ഡിവൈഡ് ചെയ്യുക എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് കാരണം gmm ബൈ r² നമുക്കറിയാം എന്താണ് സ്മോൾ g ആണ് അപ്പൊ നമുക്ക് എസ്കേപ്പ് വെലോസിറ്റി എന്ത് ചെയ്യാം ഈ സാധനം എന്തായിരിക്കും ഇത്ര സംഗതി എന്തായിരിക്കും g ആയിരിക്കും അപ്പൊ √2g എന്തെന്ന് കിട്ടും നമുക്ക് r ഇതാണ് എസ്കേപ്പ് വെലോസിറ്റി ഇക്വേഷൻ അതിന്റെ വാല്യൂ 11.2 കിലോമീറ്റർ പെർ എന്തായിരിക്കും സെക്കൻഡ് ആണ് ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എസ്കേപ്പ് വെലോസിറ്റി ഒരു ബോഡിനെ എസ്കേപ്പ് ചെയ്യാൻ നമുക്ക് എത്ര വെലോസിറ്റി എടുക്കണം ഇത്രയും വെലോസിറ്റിയിലെങ്കിലും ബോഡിനെ ഇറങ്ങെങ്കിൽ മാത്രമേ ബോഡി ആ സർഫസിൽ എന്ത് ചെയ്യത്തുള്ളൂ എസ്കേപ്പ് ചെയ്യത്തുള്ളൂ ഓക്കെ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന ഓർബിറ്റൽ വെലോസിറ്റി ആണ് ഈ എക്സാമിന് ഓർബിറ്റൽ വെലോസിറ്റി എസ്കേപ്പ് വെലോസിറ്റി ഇത് രണ്ടും ഞാൻ ആദ്യം പറഞ്ഞു ഇമ്പോർട്ടന്റ് ആണ് ഇതിനകത്ത് രണ്ടാമത്തെ ഏതെങ്കിലും ഒരെണ്ണം എന്ത് ചെയ്യും ചോദിക്കാൻ വളരെ സാധ്യതയാണ് അപ്പൊ എന്താണ് ഓർബിറ്റൽ വെലോസിറ്റി നോക്കാം ഓർബിറ്റൽ വെലോസിറ്റിന് മുമ്പ് എന്താണ് സാറ്റലൈറ്റ് എന്ന് അറിയണം സാറ്റലൈറ്റ് എന്ന് വെച്ചാൽ എർത്തിന് ചുറ്റും കിടന്ന് കറങ്ങുന്ന എന്തിനെ നമുക്ക് എന്ത് വിളിക്കാം സാറ്റലൈറ്റ് എന്ന് വിളിക്കാം രണ്ടു തരം സാറ്റലൈറ്റ് ഉണ്ട് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് നാച്ചുറൽ സാറ്റലൈറ്റും ആർട്ടിഫിഷ്യൽ എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിവിടുന്ന സാറ്റലൈറ്റും നാച്ചുറൽ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ ചന്ദ്രൻ എന്താണ് ഒരു നാച്ചുറൽ സാറ്റലൈറ്റ് ആണ് ഓക്കെ ഈ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് രണ്ടു തരം ഉണ്ട് ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ് അതുപോലെ തന്നെ പോളാർ സാറ്റലൈറ്റ് ജസ്റ്റ് ആൾക്ക് എന്ത് ചെയ്യാൻ നോക്കിക്കൊണ്ട് പോവാം ഓക്കെ ഇനി നമ്മളിപ്പോ പഠിക്കാൻ പോകുന്ന ഓർബിറ്റൽ വെലോസിറ്റി അങ്ങനെ ഒരു സാറ്റലൈറ്റ് എർത്തിന് ചുറ്റും കിടന്ന് എന്ത് ചെയ്യുന്നു റിവോൾവ് ചെയ്യുമ്പോൾ ആ സാറ്റലൈറ്റിന് കിട്ടുന്ന എന്താണ് വെലോസിറ്റി അതാണ് ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുന്നത് അപ്പൊ എർത്തിന് ചുറ്റും കിടന്ന് എന്ത് ചെയ്യുന്നു ഒരു സാറ്റലൈറ്റ് എന്ത് ചെയ്യുന്നു റൊട്ടേറ്റ് ചെയ്യുന്നു എർത്തിന്റെ മാസം എന്താണ് m ആണ് സാറ്റലൈറ്റിന്റെ മാസം എന്താണ് സ്മോൾ m ആണ് ഈ സാറ്റലൈറ്റിൽ നിന്ന് എർത്തിന്റെ സെന്ററിൽ നിന്ന് സാറ്റലൈറ്റ് ഡിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ r അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം
ആർ പ്ലസ് എന്ന് വിളിക്കാം, എച്ച് എന്ന് വിളിക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഈ ബോഡി റൊട്ടേറ്റ് ചെയ്യാൻ ആവശ്യമായ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം ഇക്വേഷൻ ജി എം എം ബൈ എന്താണ് ഇവിടെ എന്താണ് ഇത് ഡിസ്റ്റൻസ് എന്താണ് ആർ അല്ലേ, അപ്പൊ എന്ത് വരും ആർ സ്ക്വയർ. ദിസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ പ്രൊവൈഡ് എന്താണ് നെസസറി സെൻട്രിപെറ്റൽ ഫോഴ്സ്. അപ്പൊ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്ന ആരായിരിക്കും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഇനി നമുക്കറിയാം എന്താ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്. സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു എം ബി സ്ക്വയർ ബൈ എന്താണ് എം ബി സ്ക്വയർ ബൈ ആർ. ഈ വെലോസിറ്റി എന്താണ് ഓർബിറ്റൽ വെലോസിറ്റി. എങ്കിൽ എന്ത് കിട്ടി എം ബി സ്ക്വയർ ബൈ ആർ ഈസ് ഈക്വൽ ടു ജി ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡ് ബൈ എന്താണ് ആർ സ്ക്വയർ. ഈ ആറും ഈ ആറും നമുക്ക് വെട്ടിക്കളയാം. ദെൻ എമ്മും എം എന്ത് ചെയ്യാം വെട്ടിക്കളയാം. ദെൻ ഓർബിറ്റൽ വെലോസിറ്റി റൂട്ട് ഓഫ് എന്ത് കിട്ടും നമുക്ക് ജി എം ബൈ എന്ത് നമുക്ക് കിട്ടും ആർ എന്ന് കിട്ടും. അല്ലെങ്കിൽ എന്തായിരിക്കും കിട്ടുന്നത് റൂട്ട് ഓഫ് എന്താണ് ജി എം ഡിവൈഡ് ബൈ എന്താണ് ആർ പ്ലസ് എന്ന് എഴുതാം എച്ച് എന്ന് നമുക്ക്. കാരണം ആർ എന്ന് വെച്ചാൽ ആർ പ്ലസ് എന്താണ് എച്ച് ആണ്. ഇനി നമുക്കറിയാം എച്ച് വളരെ 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 എന്താണ് ചെറുതാണെങ്കിൽ, എച്ച് വളരെ 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 ചെറുതാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഇങ്ങനെ മാറ്റി എഴുതാം. ഓർബിറ്റൽ വെലോസിറ്റി റൂട്ട് ഓഫ് എന്ത് വരും ജി എം ബൈ നമുക്ക് എന്ത് എഴുതാം ആർ എന്ന് എഴുതാം. ഒരു ആറ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് ആറ് കൊണ്ട് എന്ത് ചെയ്യുക ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇക്വേഷൻ എന്ത് എഴുതാം ഓർബിറ്റൽ വെലോസിറ്റി ജി എം ബൈ ആർ സ്ക്വയർ നമുക്കറിയാം സ്മോൾ ജി ആണ് അല്ലെ. സ്മോൾ ജി ജി എം ബൈ എന്താണ് ആർ സ്ക്വയർ ആണെങ്കിൽ നമുക്ക് ഓർബിറ്റൽ വെലോസിറ്റി റൂട്ട് ഓഫ് എന്ന് എഴുതാം ജി ആർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എഴുതാൻ പറ്റും. ഇത് നമുക്കൊരു കാര്യം മനസ്സിലായി. എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് റൂട്ട് 2 ടൈംസ് എന്തായിരിക്കും ഓർബിറ്റൽ വെലോസിറ്റി ആയിരിക്കും. ഈ റിലേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് നോക്കിയിട്ട് പോകുന്നത് വളരെ നന്നായിരിക്കും. ഓക്കെ, നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന ടൈം പീരീഡ് ഓഫ് സാർ വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല, എന്നാൽ ജസ്റ്റ് ചിലപ്പോൾ എക്സാമിൽ ചോദിക്കുമായിരിക്കാം. അപ്പൊ ടൈം പീരീഡ് ഓഫ് എന്താണ് സാറ്റലൈറ്റ്. ടൈം പീരീഡ് ഓഫ് സാറ്റലൈറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമുക്കറിയാം വെലോസിറ്റി ഈക്വൽ സ്പീഡ് ഈസ് ഈക്വൽ എന്താണ് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ എന്താണ് ടൈം ആണ്. എങ്കിൽ നമുക്കറിയാം ടൈം ഈസ് ഈക്വൽ എന്തായിരിക്കും ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ എന്തായിരിക്കും സ്പീഡ് ആയിരിക്കും. ഓക്കെ, നമുക്കറിയാം ടൈം എന്ന് വെച്ചാൽ എന്താണ് ടൈം പീരീഡ് എന്ന് വെച്ചാൽ ഒരു സാറ്റലൈറ്റ് ഒരു പ്രാവശ്യം എർത്തിനെ ചുറ്റാൻ എടുക്കുന്ന സമയമാണ് ടൈം പീരീഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ടൈമിന് വരെ നമുക്ക് കൊടുക്കാം ക്യാപിറ്റൽ ടി കൊടുക്കാം. ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഇതൊരു സർക്കിൾ അല്ലേ, സർക്കിളിന്റെ സർക്കംഫറൻസ് എന്തായിരിക്കും 2πr അതാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഡിവൈഡ് ബൈ സ്പീഡ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. എന്താ സ്പീഡ് ഓർബിറ്റൽ വെലോസിറ്റി റൂട്ട് 2gm ഡിവൈഡ് ബൈ എന്താ കിട്ടിയത് സോറി റൂട്ട് 2 ഇല്ലായിരുന്നു gm ബൈ എന്താണ് ആർ പ്ലസ് എന്താ കിട്ടിയത് എച്ച്, അല്ലെങ്കിൽ gm ബൈ എന്താണ് gm ബൈ ആർ. ഇതാണ് ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം ഇതിനൊന്ന് ഓർഡർ ചെയ്യാൻ നേരത്തെ റൂട്ട് ടി ഈക്വൽ ടു 2πr ഇത് നേരെ തലതിരിഞ്ഞു വരും. റൂട്ട് ഓഫ് എന്ത് എഴുതാൻ പറ്റും നമുക്ക് ആർ ബൈ നമുക്ക് എന്ത് എഴുതാൻ പറ്റും gm എന്ന് എഴുതാൻ പറ്റും. ടി ഈക്വൽ നമുക്ക് എന്തായാലും 2π × r അകത്ത് പോകുമ്പോൾ ആർ സ്ക്വയർ ആവും. അപ്പൊ ആർ ക്യൂബ് ഡിവൈഡ് ബൈ എന്താണ് gm, അല്ലെങ്കിൽ ടി ഈക്വൽ ടു ആർ പ്ലസ് എച്ച് ആണ് 2π റൂട്ട് ഓഫ് എന്താണ് ആർ പ്ലസ് എച്ച് ദ ഹോൾ ക്യൂബ് ഡിവൈഡ് ബൈ എന്താണ് gm. ഇതാണ് എന്തിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ടൈം പീരീഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ടൈം പീരീഡ് ഓഫ് സാറ്റലൈറ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാനുള്ള എനർജി ഓഫ് എന്താണ് സാറ്റലൈറ്റ് ആണ്. സാറ്റലൈറ്റ് രണ്ട് തരം എനർജി ഉണ്ട്. എന്തൊക്കെയാണ് പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജി. നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ് മൈനസ് എന്താണ് ജി ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡ് ബൈ എന്താണ് ആർ ആണ്. ഇനി എന്താണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു എന്താണ് ഓർബിറ്റൽ വെലോസിറ്റി സ്ക്വയർ ആണ്. അതായത് ഹാഫ് ഇൻറ്റു എം ഇൻറ്റു എന്താ ഓർബിറ്റൽ വെലോസിറ്റി വെച്ചാൽ റൂട്ട് gm ഡിവൈഡ് ബൈ എന്താണ് gm ഡിവൈഡ് ബൈ എന്താണ് ആർ ആണ് ഓർബിറ്റൽ വെലോസിറ്റി. അപ്പൊ അതിന്റെ സ്ക്വയർ എടുക്കാൻ നേരത്ത് റൂട്ട് എന്ത് ചെയ്യും പോയി കിട്ടും. അപ്പൊ എന്ത് കിട്ടും നമുക്ക് ഇവിടെ ഹാഫ് ഇൻറ്റു ജി ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡ് ബൈ എന്ത് നമുക്ക് ആർ എന്ന് എന്ത് ചെയ്യാൻ പറ്റും എഴുതാൻ പറ്റും. ഇനി ടോട്ടൽ എനർജി കണ്ടുപിടിക്കുക. എന്താ ടോട്ടൽ എനർജി കൈനറ്റിക് എനർജി പ്ലസ് എന്തായിരിക്കും പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. ഓക്കെ, കൈനറ്റിക് എനർജി എന്താണ് ഹാഫ് ജി ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡ് ബൈ ആർ. ഓക്കെ, പ്ലസ് പൊട്ടൻഷ്യൽ എനർജി അവിടെ മൈനസ് ഉണ്ട്. മൈനസ് എന്താണ് ജി ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡ് ബൈ നമുക്ക് എന്ത് എഴുതാം ആർ എന്ന് എഴുതാം. അരയിൽ നിന്ന് ഒന്ന് പോയി കഴിഞ്ഞാൽ മൈനസ് അരയാണ്. മൈനസ് അര ഇൻറ്റു എന്ത് കിട്ടി ജി ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡ് ബൈ എന്ത് കിട്ടി ആർ കിട്ടി. മൈനസ് ഹാഫ് ജി എം ബൈ എന്താ ആർ, അല്ലെങ്കിൽ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു എന്താ gm ബൈ ഹാഫ് gm ബൈ ആർ എന്താണ് കൈനറ്റിക് എനർജി അല്ലേ. മൈനസ് ഓഫ് എന്ത് കിട്ടും നമുക്ക് കൈനറ്റിക് എനർജി എന്ത് ചെയ്യാൻ പറ്റും കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു സംഭവമാണ് കെപ്ലേസിന്റെ ലോ. കെപ്ലേസിന് 3 ലോ ഉണ്ട്. ഈ 3 ലോയും എക്സാമിന് ഈ 3 ലോയിൽ ഏതെങ്കിലും ലോയൊക്കെ എന്ത് ചെയ്യും എക്സാമിന് ചോദിക്കാൻ വളരെ വളരെ സാധ്യത കൂടുതലുള്ള സാധനമാണ്. ഉറപ്പായിട്ടും കെപ്ലേസ് ലോയിൽ നിന്ന് എന്ത് ചോദിക്കാം ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും കാണുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇമ്പോർട്ടന്റ് കൊടുത്ത് പഠിക്കേണ്ട എന്താണ് GH GD എസ്കേപ്പ് വെലോസിറ്റി ഓർബിറ്റൽ വെലോസിറ്റി പിന്നെ അവസാനം കെപ്ലേസ് ലോ. 1 മാർക്കിന് 2 മാർക്കിന് എപ്പോഴും ചോദിച്ചു വരുന്ന സാധനമാണ്. കെപ്ലേസ് ലോ പറയുന്നത് സിമ്പിൾ ആണ്. കെപ്ലേസിന് 3 ലോ ഉണ്ട്. ഒന്നാമത്തെ ലോ പറയുന്നത് ലോ ഓഫ് എന്താണ് ഓർബിറ്റ് ആണ്. ലോ ഓഫ് ഓർബിറ്റ് പറയുന്നത്
നമ്മുടെ പ്ലാനറ്റ് എല്ലാം റിവോൾവ് ചെയ്യുന്നത്, പ്ലാനറ്റ് എല്ലാം സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന ഒരു എലിപ്റ്റിക്കൽ പാത്തിലൂടെ ആയിരിക്കും. എലിപ്സിന് 2 ആക്സിസ് ഉണ്ട്, ഒരു മേജർ ആക്സിസ് ഉണ്ട്, ഒരു മൈനർ ആക്സിസ് ഉണ്ട്. ഈ എലിപ്സ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 2 ഫോക്കസ് വെച്ചാണ് നമ്മൾ എലിപ്സിനെ എന്ത് ചെയ്യുന്നത് ഉണ്ടാക്കുന്നത്. ഈ ഒരു ഫോക്കസിലായിരിക്കും നമ്മുടെ ആരിയിരിക്കുന്നത്, സൂര്യൻ ഇരിക്കുന്നത് എവിടെ ആയിരിക്കും, ഒരു ഫോക്കസിലായിരിക്കും. അപ്പൊ കെപ്ലേസിന് ഒന്നാമത്തെ ലോ പറയുന്നത് എന്താണ്, നമ്മുടെ പ്ലാനറ്റ് റിവോൾവ് ചെയ്യുന്നതാണ് ഒരു എലിപ്റ്റിക്കൽ പാത്തിലൂടെയാണ്. ആ എലിപ്സിന്റെ ഒരു ഫോക്കസിൽ ആരായിരിക്കും, നമ്മുടെ സൂര്യനായിരിക്കും ഇരിക്കുന്നത്. ഇതാണ് കെപ്ലേസിന്റെ ഒന്നാമത്തെ ലോ, അല്ലെങ്കിൽ ലോ ഓഫ് എന്തെന്ന് വിളിക്കുന്നത്, ഓർബിറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി കെപ്ലേസിന്റെ രണ്ടാമത്തെ ലോ പറയുന്നത്, കെപ്ലേസിന്റെ രണ്ടാമത്തെ ലോ പറയുന്നത് ലോ ഓഫ് എന്താണ്, ഏരിയ ആണ്. ശ്രദ്ധിക്കുക, ലോ ഓഫ് ഏരിയ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ലോ ഓഫ് ഏരിയ പറയുന്നത് ഒരു പർട്ടിക്കുലർ ടൈമിൽ, ഡെൽറ്റ ടി എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു പ്ലാനറ്റ് കവർ ചെയ്ത ഏരിയ ആണ് ഈ സൂര്യനുമായിട്ട് മേക്ക് ചെയ്യുന്ന വെക്ടർ, റേഡിയസ് വെക്ടറുമായിട്ട് മേക്ക് ചെയ്യുന്ന ഏരിയ ഡെൽറ്റ എ വൺ എടുത്തു. ഇനി ഈ പ്ലാനറ്റ് കറങ്ങി ഏതോ ഒരു പോയിന്റിലെത്തി. ഇവിടുന്ന് ഈ പ്ലാനറ്റ് ഇതേ സെയിം ടൈമിൽ, ഡെൽറ്റ ടി ഇതേ സെയിം ടൈമിൽ കറങ്ങി ഇവിടം വരെ എത്തി. അപ്പൊ ഇത് കവർ ചെയ്ത ഏരിയ എന്ത് തന്നെയാണ്, ഡെൽറ്റ എ ടു ആണെങ്കിൽ ലോ ഓഫ് ഏരിയ പറയുന്നത് ഡെൽറ്റ എ വണ്ണും അതുപോലെ തന്നെ ഡെൽറ്റ എ ടു എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതായത് ഈക്വൽ ടൈമിൽ കവർ ചെയ്യുന്ന ഏരിയ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ശ്രദ്ധിക്കുക, ലോ ഓഫ് ഏരിയ പറയുന്നത് എന്താണ്, ഈക്വൽ ടൈമിൽ കവർ ചെയ്യുന്ന ഏരിയ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അല്ലെങ്കിൽ ഏരിയൽ വെലോസിറ്റി റിമെയിൻസ് കോൺസ്റ്റന്റ്. എന്താ ഏരിയൽ വെലോസിറ്റി എന്ന് പറയുന്നത്, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്താണ്, ഏരിയ, അതാണ് ഏരിയൽ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയുന്നത്, കെപ്ലേസിലോ പറയുന്നതാണ് ദ ഏരിയൽ വെലോസിറ്റി റിമെയിൻസ് കോൺസ്റ്റന്റ്. ഏരിയൽ വെലോസിറ്റി എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അതാണ് കെപ്ലേസ് ലോ പറയുന്നത്. ഓക്കെ, ദെൻ മൂന്നാമത്തെ ലോ പറയുന്നത് എന്താണ്, ലോ ഓഫ് പീരീഡ് ആണ്. ലോ ഓഫ് പീരീഡ് പറയുന്നത് ഒരു പ്ലാനറ്റ് റിവോൾവ് ചെയ്തെടുക്കുന്ന ടൈം പീരീഡ് ടി ആണെങ്കിൽ, ഒരു പ്ലാനറ്റ് റിവോൾവ് ചെയ്തെടുക്കുന്ന ടൈം പീരീഡ് എന്താണ്, ടി ആണെങ്കിൽ, മൂന്നാമത്തെ ലോ പറയുന്നത് നമുക്കറിയാം ഒരു എലിപ്സിന്റെ എന്തുണ്ട്, ഒരു മേജർ ആക്സിസ് ഉണ്ട്, പിന്നെ എന്തുണ്ട്, മൈനർ ആക്സിസ് ഉണ്ട്. ഈ മേജർ ആക്സിസിന്റെ നീളം നമ്മൾ 2a ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിന്റെ സെമി മേജർ ആക്സിസ് എന്തായിരിക്കും, എ ആയിരിക്കും. അതായത് മേജർ ആക്സിന്റെ എന്തായിരിക്കും, പകുതി ആയിരിക്കും. ഇതാണ് മൈനർ ആക്സിസ്. ഓക്കെ, അപ്പോൾ സെമി മേജർ ആക്സിസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, എ ആയിരിക്കും. ഈ ലോ പറയുന്നത് സ്ക്വയർ ഓഫ് ടൈം പീരീഡ്, അതായത് ഒരു പ്ലാനറ്റ് റിവോൾവ് ചെയ്യുന്ന ടൈം പീരീഡ് ടി ആണെങ്കിൽ അതിന്റെ ടൈം പീരീഡിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്തിന് പ്രപ്പോർഷണൽ ആയിരിക്കും, ദ ക്യൂബ് ഓഫ് എന്തായിരിക്കും, സെമി മേജർ എന്തായിരിക്കും, ആക്സിസ് ആയിരിക്കും. ഇവിടെ നിന്ന് പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ 2 പ്ലാനറ്റ് എടുത്തു. ഒന്നാമത്തെ പ്ലാനറ്റിന്റെ ടൈം പീരീഡ് എന്താണ്, T1, അതിന് സെമി മേജർ ആക്സിസ് എന്താണ്, A1. രണ്ടാമത്തെ പ്ലാനറ്റിന്റെ ടൈം പീരീഡ് എന്താണ്, T2, അതിന്റെ ചിലപ്പോൾ സെമി മേജർ ആക്സിസ് കണ്ടുപിടിക്കാൻ ചോദിക്കും. ഈ സാധനം വെച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും, T1 സ്ക്വയർ ഈസ് പ്രപ്പോർഷണൽ ടു എന്താണ്, A1 ക്യൂബ്, അല്ലെങ്കിൽ എന്താണ് T2 സ്ക്വയർ ഈസ് പ്രപ്പോർഷണൽ എന്തായിരിക്കും, A2 എന്തായിരിക്കും, ക്യൂബ് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും T1 by T2 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്, A1 by എന്താണ്, A2 ദ ഹോൾ റേസ് ടു 3 എന്ന് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ കഴിയും. ഓക്കെ, ഇത്തരം സംഗതിയാണ് ഈ ചാപ്റ്ററിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇങ്ങനെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് GH, GD, അതുപോലെ എസ്കേപ്പ് വെലോസിറ്റി, ഓർബിറ്റ് വെലോസിറ്റി, കെപ്ലേസ് എന്ത് ചെയ്യാൻ നിങ്ങൾ നോക്കിക്കൊണ്ട് പോവാ. അതുപോലെ തന്നെ വർക്ക് എനർജി ആൻഡ് പവറിനകത്ത് നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ എന്താണ്, എനർജി, അതായത് കൺസർവേഷൻ ഓഫ് എനർജി നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കിക്കൊണ്ട് പോവുക. അതുപോലെ തന്നെ കൊളീഷൻ നോക്കിക്കൊണ്ട് പോവുക. അതുപോലെ തന്നെ ഒരു സ്പ്രിങ്ങിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കിക്കൊണ്ട് പോവുക. പിന്നെ അത് തന്നെ സിസ്റ്റം ഓഫ് പാർട്ടിക്കൽ റൊട്ടേഷൻ മോഷനകത്ത് കൂടുതൽ പ്രോബ്ലം ആയിരിക്കും ചോദിക്കുന്നത്. നിങ്ങൾ പാരലാക്സിറവും പെർപെൻഡിക്കുലർ ആക്സിലറേഷൻ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അതുപോലെ റോളിംഗ് മോഷൻ നമ്മൾ പറഞ്ഞില്ലേ, അടുത്ത വെലോസിറ്റി, അതുപോലെ കുറെ ബോഡി നമ്മൾ ഉരുട്ടി വിട്ട് കഴിഞ്ഞാൽ ഏത് ബോഡിയാണ് ആദ്യം എത്തുന്നത്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ആയിരിക്കാം ആ ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത്. ഈ 3 ചാപ്റ്ററിന്റെ പ്രത്യേകത, 3 ചാപ്റ്ററിനകത്ത് ആപ്ലിക്കേഷൻ കൂടുതലുള്ള എന്താണ്, ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. A+ ആണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാപ്റ്റർ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ കാര്യങ്ങൾ ഡെപ്തിലോട്ട് എന്ത് ചെയ്യുക, ഇറങ്ങുകയും അതനുസരിച്ച് പ്രോബ്ലം ചെയ്തെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല മാർക്ക് വാങ്ങാൻ കഴിയത്തുള്ളൂ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ള കുട്ടികളോട് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത പാട്ടുമായിട്ട് എന്ത് ചെയ്യാം, അടുത്ത ആഴ്ച കാണാം.